അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മാജി ബെനഡിക്റ്റ് ആണ്. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ വിടുതലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. പഞ്ചാബിൽ പത്താൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പാർത്തുകൊണ്ട് മിഷണറി ദൗത്യവുമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഈ കുടുംബത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ അനുഭവങ്ങളും ഓർമ്മകളും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയുടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കാനുള്ള അവസരമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി പ്രിയ മാജി ബെനഡിക്റ്റിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം, അനുഗ്രഹിക്കപ്പെട്ട അരോമ ടിവിയിലൂടെ എന്റെ സാക്ഷ്യം പങ്കിടുവാൻ ദൈവം എനിക്ക് തന്ന ഈ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇതിന് അവസരം ഒരുക്കി തന്നത് എന്റെ സഹോദരനും ദേവദാസനുമായിരിക്കുന്ന പാസ്റ്റർ പ്രജിത്ത് ആണ്. അരോമ ടിവിയുടെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനും എന്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു, ദൈവനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് മജി ബെനഡിക്റ്റ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ബെനഡിക്റ്റ് ജോസഫ്. ഞങ്ങൾക്ക് 3 മക്കളാണ്, കെസിയ, ഏബൽ ആൻഡ് അബിയ. ഒരു കൊച്ചുമകനുണ്ട്, നേതൻ. ഞങ്ങൾ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് പട്ടാൻകോട്ട്, പഞ്ചാബിലെ പട്ടാൻകോട്ട് എന്ന സ്ഥലത്ത് ഇപ്പോൾ ആയിരിക്കുന്നു. എൻ്റെ ജനനം ആമേൻ, സ്തോത്രം, ജ്ഞാനായ സമുദായക്കാരായ മാതാപിതാക്കൾക്ക് ഞാൻ ജനിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. ആമേൻ, സ്തോത്രം. എനിക്കൊരു സഹോദരനുണ്ട്, മജു മാത്യു. ആമേൻ. എൻ്റെ പപ്പയുടെ പേര് KP മാത്യു, മമ്മി കുഞ്ഞമ്മ മാത്യു. ആമേൻ, സ്തോത്രം. ഞാൻ അവിടെ ജനിച്ചതിന് ശേഷം 2.5 വയസ്സ് വരെ ഞങ്ങൾ അവിടെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അപ്പോൾ ജ്ഞാനായ സമുദായത്തിലായിരുന്നു. അതിനുശേഷം ഞാനും മമ്മിയും എൻ്റെയും മമ്മിയെ നാട്ടിലാക്കിയിട്ട് പപ്പ മുംബൈയിലേക്ക് യാത്ര ചെയ്തു. കുറച്ച് മാസങ്ങളെ ഞങ്ങൾ അവിടെ നിന്നുള്ളൂ നാട്ടിൽ. അതിനുശേഷം ഞാനും എന്നെയും കൂട്ടി മമ്മി മുംബൈയിലെത്തി. അവിടെ നിന്ന് കുറച്ച് 1-2 മാസത്തിന് ശേഷം ഞങ്ങൾ ഗുജറാത്തിലെ ബറൂച്ച് എന്ന സ്ഥലത്ത്, ആ സ്ഥലത്തിനോട് അടുത്ത് ഞങ്ങൾ അവിടേക്ക് മാറി. അവിടെയായിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു സഹോദരൻ ഉണ്ടായി. അതിനുശേഷം എൻ്റെ 7 വയസ്സ് വരെയും ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. 7 വയസ്സ് വരെയും ഞാൻ ഒരു സ്കൂളിലും ഒന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് അവിടെ ഇംഗ്ലീഷ് മീഡിയം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ഗുജറാത്തി മീഡിയം ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. മമ്മി വീട്ടിലെത്തി ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. എൻ്റെ 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പപ്പ എന്നെ കൂട്ടി പപ്പയുടെ പേരൻസിനടുത്ത് കേരളത്തില് പരുമല എന്ന സ്ഥലത്ത് കൊണ്ടാക്കി. പിന്നീട് ഞാൻ ഒരു 4 വർഷത്തോളം എൻ്റെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനായ പള്ളിയിൽ പോകുവാനും അവിടുത്തെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ വളരെ സന്തോഷിച്ചു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അവധിക്കാലം തൊക്കെയും ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോകുമായിരുന്നു. എൻ്റെ അമ്മ വീട്ടിലും എൻ്റെ പപ്പ വീട്ടിൽ ആരും അന്ന് പെന്തിക്കോസ്തിലില്ല. പക്ഷെ എൻ്റെ അമ്മ വീട്ടില് എൻ്റെ മൂത്ത അമ്മാച്ചൻ അല്ല, പക്ഷെ എൻ്റെ അമ്മായി, ഏറ്റവും ബിഗ്ഗസ്റ്റ് അമ്മായി പെന്തിക്കോസ്തിലായിരുന്നു. അപ്പം ആ വീട്ടിൽ പലപ്പോഴും പോകുമ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു എന്നെ VBS കൊണ്ടാക്കി. ആ VBS ഞാനപ്പോ 9 വയസ്സ് ഉണ്ട്. അപ്പൊ VBS സമയത്ത് എനിക്ക് ജ്ഞാനായത്തിൽ നിന്നും വ്യത്യസ്തമായ പാട്ടുകളും പ്രാർത്ഥനയും വചനം, സ്റ്റോറീസ് ഒക്കെ കേട്ടപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ ടീച്ചർ, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഗോലിയാത്തിന്റെയും ഡേവിഡിനെ കുറിച്ചുള്ള കഥ പറഞ്ഞു. ആ കഥ കേട്ടപ്പോൾ ഞാൻ ഒത്തിരി ഇൻസ്പിറേറ്റ് ആയി. ഞാൻ പറഞ്ഞു, ടീച്ചർ, എനിക്കും ഈ ഗോലിയാത്തിനെ കൊല്ലുവാൻ ഡേവിഡിനെ സഹായിച്ച ഈ ദൈവത്തെ എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം ആ ടീച്ചറിന് വളരെ സന്തോഷമായ എന്നോട് പറഞ്ഞു. അങ്ങനെ രക്ഷിക്കപ്പെടുവാനുള്ള വാചകങ്ങളൊക്കെ എനിക്ക് സെന്റൻസ് ഒക്കെ പറഞ്ഞു തന്നു. എന്നോട് ചോദിച്ചു, ഈ യേശു ക്രിസ്തുവിനെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണമെന്ന് പറഞ്ഞു. എനിക്ക് യേശു ക്രിസ്തുവിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അന്ന് രക്ഷിക്കപ്പെട്ടു. എന്താണ് രക്ഷ, എന്താണ്
ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്തു, ഏറ്റു പറഞ്ഞു. അതിനുശേഷം അവരെന്നെ പ്രാർത്ഥിച്ചു, അവരെല്ലാവരും കൂടി എന്നെ പ്രാർത്ഥിച്ചു അയച്ചു. അത് എൻ്റെ അമ്മായിയെ അത് അറിയിക്കുകയും ചെയ്തു. അന്ന് മുതൽ എൻ്റെ അമ്മായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം, ആമേൻ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എൻ്റെ പപ്പ മമ്മി അവർ 1985 തിരിച്ചിങ്ങ് നാട്ടിലേക്ക് പോരാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് എൻ്റെ പപ്പയുടെ സിസ്റ്റർ ഹൈദരാബാദിൽ അവർ ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, ഇതുപോലെ നാട്ടിൽ പോകുന്ന വഴി ജസ്റ്റ് ഹൈദരാബാദിൽ ടച്ച് ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ സഹോദരനും കൂടി അവർ ഹൈദരാബാദിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന എൻ്റെ പപ്പയുടെ ബ്രദേഴ്സും ഉണ്ടായിരുന്നു. അവരെല്ലാരും പറഞ്ഞു, ഇനി അങ്ങോട്ടും പോണ്ട, ഇത് കൊച്ചായന് ലേത്ത് മെഷീന്റെ വർക്കൊക്കെ അറിയാമല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു മെഷീൻ മേടിക്കാം, നമുക്ക് ഇവിടെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ അവര് നാട്ടിലേക്ക് പോരുന്നില്ല, അവർ ഹൈദരാബാദിൽ തന്നെ സെറ്റിലായി. അപ്പോഴും ഞാൻ ഒരു വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മായിയുടെ അടുത്ത്, എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലായിരുന്നു. എല്ലാ ബുധനാഴ്ചയും ആ വീട്ടിൽ വെച്ച് ഉപവാസ പ്രാർത്ഥന നടക്കും. കേരളത്തിലുള്ള പല ഭാഗത്തുനിന്നും ദേവദാസന്മാർ വരികയും അവിടെ അതിന് ശുശ്രൂഷയൊക്കെ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ അമ്മായി പ്രാർത്ഥനയ്ക്ക് കൊണ്ടിരുത്തി. അപ്പൊ ഞാൻ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രാർത്ഥനയും ആത്മാവിൽ നിറഞ്ഞുള്ള ആരാധനയൊക്കെ കാണുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഏറ്റവും ലാസ്റ്റിലെ കോർണറിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ, പിന്നീടാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ സാമുവൽ ജോൺസൺ. അദ്ദേഹം ഇന്നില്ലാന്ന് ഞാൻ അറിഞ്ഞു. ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹം എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അപ്പം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാൻ ഒത്തിരി പേടിച്ചു പോയി. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു കാല് നഷ്ടപ്പെട്ട് അതൊരു ആർട്ടിഫിഷ്യൽ ലെഗായിരുന്നു. ആ കാല് വെച്ച് അദ്ദേഹം നടന്ന് എൻ്റെ അടുത്ത് വന്നു എൻ്റെ തലയിൽ കൈവച്ചു. ഞാൻ കണ്ണടച്ചിരുന്നു പോയി, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അദ്ദേഹം കുറെ കാര്യങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു. ഒരു കാര്യം മാത്രം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, തീയിൽ കിടക്കുന്ന അനേകരെ രക്ഷിക്കേണ്ടതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നീ ഒരു മിഷണറിയായി അറിയപ്പെടും, നീ എൻ്റെ വേലക്കാരിയായി മാറും, അങ്ങനെ പറഞ്ഞു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പേടിച്ച് വരച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മായിനോട് ചോദിച്ചു, അമ്മാമ്മ ഈ മോൾ ഏതാന്ന് ചോദിച്ചു. അതിന് അപ്പൊ അമ്മായി പറഞ്ഞു, ചാച്ചന്റെ പെങ്ങളുടെ മകളാണ്, ഹൈദരാബാദിലാണ് ഇവരുടെ പേരൻസ് ഉള്ളത്, അവരിപ്പോഴും ഗ്രാനായ സമുദായത്തിൽ തന്നെയാണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഇല്ല, ഇവളെ ദൈവം കണ്ടിരിക്കുന്നു, ഇവളെ കർത്താവിന്റെ വേലയ്ക്ക് വേർപെട്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് നെക്സ്റ്റ് ഇയർ 1986 ആയപ്പോൾ ഞാൻ എൻ്റെ പപ്പയും മമ്മയുടെ അടുത്തെത്തി, ഹൈദരാബാദിലെത്തി. പിന്നീട് ഞാൻ ഇതെല്ലാം വിട്ടു, വീണ്ടും ഇവരുടെ ഒപ്പം പള്ളിയുടെ കാര്യങ്ങളിൽ അങ്ങനെയായി. അതിന് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹൈദരാബാദിൽ വെച്ച് ഒരു ദേവദാസൻ ഞങ്ങളെ പരിചയപ്പെടുകയും എപ്പോഴും വീട്ടിൽ വരികയും അദ്ദേഹം അന്ന് സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ മമ്മിയോട്. മമ്മിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു സുവിശേഷം കേൾക്കാൻ, കാരണം ബൈബിളിനെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. അതുവരെ നമ്മൾ പഠിക്കാത്ത ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ഈ പള്ളിയിൽ, നമ്മുടെ സമുദായ പള്ളിയിൽ നമ്മൾ ബൈബിൾ പഠിക്കുന്നില്ലല്ലോ, അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ഈ ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ എൻ്റെ മമ്മിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കേൾക്കുവാൻ തുടങ്ങി. അങ്ങനെ മത്തായി മുതൽ ന്യൂ ടെസ്റ്റ്മെന്റ് മമ്മി വായിക്കാൻ തുടങ്ങി. മാർക്ക് 16 എത്തിയപ്പോൾ മമ്മി അവിടെ ഒരു പോസ് ആയി. മമ്മി ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്താ ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നേ. അപ്പം അതനുസരിക്കണമെന്ന് മമ്മിക്ക് തോന്നി. മമ്മി അങ്ങനെ ദേവദാസനോട് പറഞ്ഞു, ദേവദാസ, എനിക്കും രക്ഷിക്കപ്പെടണം, എനിക്കും സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. ദേവദാസന് വളരെ സന്തോഷമായി. പക്ഷെ പപ്പയോട് പറഞ്ഞു. പപ്പ ഒത്തിരി ഒന്നും എതിർത്തൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ എൻ്റെ മമ്മി 1987 ഡിസംബറിൽ എൻ്റെ മമ്മി സ്നാനപ്പെട്ടു. അത് തുടർന്ന് ഞങ്ങള് ബെന്തിക്കോസ് ആരാധനയിൽ തന്നെ പോകാൻ തുടങ്ങി. 88 ഏപ്രിൽ ആയപ്പോൾ തന്നെ എൻ്റെ പപ്പയും സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് 91 ഫെബ്രുവരി 8 ഞാനും കർത്താവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. അതിനുശേഷം ഒത്തിരി ദേവദാസന്മാരിലൂടെ എന്നോട് ദൈവം ആലോചന അറിയിച്ചു. എവിടെ ഞാൻ പോയാലും, ഏത് പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലും എല്ലാ ദേവദാസന്മാരും വന്ന് എൻ്റെ തലയിൽ കൈവച്ചു പറയും, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവളാണ്, കർത്താവിന്റെ ഒരു മിഷണറിയായി നീ അറിയപ്പെടും, അനേകരെ നീ കർത്താവിലേക്ക് നയിക്കും എന്ന വചനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് സ്വയമേ ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത ഒരു ഇത്. അങ്ങനെ മുന്നോട്ട് പോയി.
എന്നിട്ട് എപ്പോഴും എന്നോട് ദേവദാസന്മാർ പറയും കർത്താവിന്റെ വേലക്കാരൻ ദേവദാസനെ വിവാഹം കഴിക്കുന്നു. പക്ഷെ അതും എനിക്ക് പറയുവാനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. എനിക്ക് വളരെ പേടിയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒന്നും പറയില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. എന്റെ വിവാഹപ്രായം എത്തി. 21, 22 വയസ്സായപ്പോൾ എനിക്ക് വിവാഹാലോചന തുടങ്ങിയ സമയത്ത് എനിക്ക് വരുന്ന വിവാഹാലോചന എല്ലാം ക്നാനായ സമുദായത്തിൽ നിന്നാണ്. അപ്പം ഈ ക്നാനായ സമുദായക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് പെന്തിക്കോസിൽ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവരുടെ മക്കളെ വേറൊരു സമുദായത്തിലേക്ക് അവർ വിവാഹം കഴിക്കില്ല. അത് അവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവിടുന്ന് കട്ട് ചെയ്ത് കളയും. പക്ഷെ പെന്തിക്കോസിൽ പോയാൽ അവരുടെ വിചാരം നമ്മൾ ഒരു ദിവസം തിരിച്ചു വരും എന്നൊരു ഫീലിംഗ് ആണ്. അതുപോലെ ക്നാനായ സമുദായത്തിൽ നിന്നും പെന്തിക്കോസിലായവരും അവരും ക്നാനായ സമുദായത്തിൽ നിന്ന് തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. പെന്തിക്കോസിലായവരെ മാത്രം. അങ്ങനെ ഇരിക്കെ എനിക്ക് വിവാഹാലോചനകൾ വന്നു ക്നാനായ സമുദായത്തിൽ തന്നെ. പക്ഷെ ഇത് വേണ്ടാന്ന് പറയുവാനുള്ള ധൈര്യം എനിക്ക് പോരായിരുന്നു. പക്ഷെ എൻ്റെ മമ്മിയുടെ പ്രാർത്ഥന, എൻ്റെ മമ്മി തുടർമാനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, ഞങ്ങളെല്ലാം വിട്ട് കർത്താവിനെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ ആലോചന പ്രകാരം തന്നെ എൻ്റെ മകൾക്ക് വേണ്ടി ഒരുക്കണം എന്ന് മമ്മി തുടർമാനം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്ന ആലോചനയൊക്കെ മാറി പോയി. ഫൈനലി 99 ജൂണില് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ബെനഡിക്ട് ജോസഫ് വന്ന് എന്നെ കാണുകയും സെപ്റ്റംബർ 16-ാം തീയതി ദൈവഹിത പ്രകാരം ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്തു. ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത തക്ക തുണയെ കർത്താവ് എനിക്ക് വേണ്ടി തക്ക സമയത്ത് കൊണ്ടുതന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച്, പക്ഷെ അദ്ദേഹം ജോലി ചെയ്യുന്നു, ഞാനും ജോലി ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിന്റെ വേലയിലല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ അതേ വർഷം 99 ഡിസംബറിൽ തന്നെ ഞങ്ങൾക്ക് കുടുംബമായ ആദ്യത്തെ ആലോചന കിട്ടി. നിങ്ങളൊരു മിഷണറി കുടുംബമായി അറിയപ്പെടും എന്ന്. അപ്പോൾ അന്നേരമാണ് ഞാൻ ബെൻചാനോട് എൻ്റെ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് ഇതുപോലെയൊക്കെ ഇങ്ങനെ ആലോചന ഉണ്ടെന്ന് പറഞ്ഞു. അതിനോടൊന്നും അദ്ദേഹം എതിർത്തില്ല. പക്ഷെ സുവിശേഷ വേലയ്ക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങാനുള്ള ഒരു താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ തന്നു. ആദ്യം മൂത്ത മോളെ, അത് കഴിഞ്ഞിട്ട് ഒരു മകനെയും കൂടെ തന്നു. അപ്പോഴും നമ്മളിങ്ങനെ ആലോചനകൾ ഇങ്ങനെ ഓരോ ദേവദാസന്മാർ, നമ്മൾ എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും നമുക്ക് കേട്ടുകൊണ്ടേയിരുന്നു. ഞങ്ങൾ IPC സഭയിലായിരുന്നു ഹൈദരാബാദില്. എൻ്റെ പപ്പയും മമ്മയും ചർച്ചകോടിലായിരുന്നു. അപ്പൊ ഞങ്ങൾ IPCയോ ചർച്ചകോടോ AG അങ്ങനെ നോക്കിയില്ല. എവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ടോ അവിടെ എല്ലാം ഞങ്ങൾ കടന്നു പോവുകയും അവിടുത്തെ ദേവദാസന്മാരെ ഞങ്ങളെ അവരുടെ സഭയിൽ നിന്ന് വെച്ച് നടക്കുന്ന സ്പെഷ്യൽ പ്രാർത്ഥനകളൊക്കെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ ദേവദാസനെ അറിയിച്ചിട്ട് തന്നെ നമ്മൾ എല്ലാ മീറ്റിങ്ങുകൾക്കും, ഒരു മീറ്റിംഗ് മിസ്സാവില്ല, എല്ലാ മീറ്റിംഗും പോകും, സഭയിലെ മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യും. ബെൻചാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ പൂർണ്ണമായിട്ട് ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ ഒരു മീറ്റിംഗ് നമ്മൾ മിസ് ചെയ്യില്ല, എല്ലാ മീറ്റിങ്ങുകളും നമ്മൾ പോകും. അങ്ങനെ നമ്മൾക്ക് ദൈവം തരുന്ന എല്ലാ നന്മകൾ കൊണ്ടും നമുക്ക് ദൈവത്തെ സേവിക്കാം അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഓരോ ദേവദാസന്മാരും എവിടെ പോയാലും വന്ന് ഞങ്ങളോട് ദൈവത്തിന്റെ ആലോചന പറയും. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ ബെൻചാൻ പറഞ്ഞു, എന്താ പറയുക, എല്ലാം ദേവദാസന്മാരും അല്ലെങ്കിൽ ദൈവം നിന്നോട് മാത്രം എന്താ സംസാരിക്കുന്നേ? ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങണമെങ്കിൽ ആ ഒരു ഫീലിംഗ് എനിക്കും വരണം, ദൈവാത്മാവ് എന്നോടും സംസാരിക്കണം. അപ്പൊ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവെ, ഇനി എന്നോടല്ല സംസാരിക്കേണ്ടേ, ബെൻചാനോട് തന്നെ സംസാരിക്കണം എന്ന്. അപ്പം അങ്ങനെ ഇരിക്കെ 2005 എനിക്ക് ഒരു സ്കൂളിൽ എനിക്ക് ജോലി ലഭിച്ചു. ഞങ്ങളുടെ തന്നെ റിലേറ്റീവായ അങ്കിളിന്റെ സ്കൂളിലാണ്. അപ്പൊ എനിക്ക് ജോലി ലഭിച്ചു. അന്നേരം ഞങ്ങളുടെ ബെൻചാന്റെ ഉപ്പാപ്പന്റെ സ്കൂളിൽ. അങ്ങനെ ഞാൻ ആ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് കടന്നു വരും, കർത്താവെ, ഞാൻ എന്താ ചെയ്യുന്നേ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടേ? അപ്പൊ കറക്റ്റ് സമയത്ത്, ദൈവമേ, അങ്ങയുടെ സമയത്ത് തന്നെ ഞങ്ങളെ കുടുംബമായി വിളിച്ചിറക്കണേ. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ജോലിക്കായി കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ 2007 ഓഗസ്റ്റ് 12-ാം തീയതി, അന്ന് ഞായറാഴ്ചയായിരുന്നു, ആരാധനയ്ക്ക് ഇരിക്കുകയാണ്. സ്തോത്രം. അപ്പം ആ സമയത്ത് ദേവദാസൻ ഇങ്ങനെ ശിശുവായ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കായിരുന്നു. അപ്പം യേശു ജനിച്ച സമയം അതൊക്കെ. അപ്പം 3 വിദ്വാൻമാർ അവർക്ക് ഒരു നക്ഷത്രം, ഒരു സ്റ്റാർ അവർക്ക് ഒരു അടയാളമായി വന്നു. അവർ ആ സ്റ്റാറിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് അവർക്ക് തോന്നിയത്, രാജാവിന്റെ മകൻ ജനിക്കേണ്ടത് എവിടെയാണ്? രാജകൊട്ടാരത്തിലാണല്ലോ. അങ്ങനെ ഹെരോദ്യ രാജാവിന്റെ കൊട്ടാരം കണ്ടപ്പോൾ അവര് ഇങ്ങനെ പാസ്റ്റർ ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ
ഒരു കുഞ്ഞു സൺഡേ സ്കൂൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ ഇങ്ങനെ റൈറ്റിലോട്ട് തിരിഞ്ഞു. എക്സാമ്പിൾ പാലസ് റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റിലോട്ട് തിരിഞ്ഞ് അവര് അവിടുത്തെ രാജാവിനെ പോയി കണ്ടു. കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പോയി കണ്ടിട്ട് ആ ശിശുവിനെ എവിടെയാണെന്നുള്ളത് തിരിച്ചു വന്ന് എന്നെ അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നീട് അവർ തിരിച്ചു വന്നപ്പോൾ ആ സ്റ്റാർ അവിടെ തന്നെ ഉണ്ട്. പിന്നെയും അവർ സ്റ്റാറിനെ ഫോളോ ചെയ്തു. അങ്ങനെ നക്ഷത്രം ഫോളോ ചെയ്ത് അവര് എത്തി യേശു കുഞ്ഞിന്റെ അടുത്തും അതുപോലെ അമ്മ മറിയയുടെ അടുത്തും അവരെത്തി, കുഞ്ഞിനെ കണ്ടു. അതിനുശേഷം അവർ തിരിച്ചു പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ അവരോട് സംസാരിച്ച് വേറെ വഴി കൂടെ പോണം, വന്ന വഴിയെ പോയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ വഴി തിരിച്ചു പോയില്ല. അപ്പോൾ പക്ഷേ ഈ രാജാവ് അവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് അതുവരെ പറഞ്ഞത് മാത്രമേ എൻ്റെ ചെവിയിൽ കേട്ടുള്ളൂ. പിന്നെ ദേവദാസൻ ഒരു സെന്റൻസ് കൂടെ പറഞ്ഞു, എങ്കിൽ അവർ തിരിച്ച ആ വഴി വന്ന വഴിയെ തിരിച്ചു പോയില്ല എങ്കിലും അനേക കുഞ്ഞുങ്ങളുടെ നാശത്തിന്റെ കാരണം ആയിത്തീർന്നു. അവര് ആ സ്റ്റാർ തന്നെ നോക്കി പോകാതെ സ്റ്റാറിനെ വിട്ടിട്ട് ആ നക്ഷത്രം വിട്ട് അവരുടെ ദർശനം വിട്ട് ഒന്ന് വഴിതെറ്റി പോയത് നിമിത്തം അനേക കുഞ്ഞുങ്ങളുടെ നാശത്തിന് അത് കാരണമായി തീർന്നു. അതുവരെ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കാതും അങ്ങ് അടയുന്ന പോലെ വലിയൊരു ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരനുഭവം എനിക്കുണ്ടായി. ഞാൻ കണ്ണു തുറന്നാണ് ഇരിക്കുന്നത്. എനിക്ക് കാണാം ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ അങ്കിള് അതിനെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, തെലുങ്കിലോട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ അതൊന്നും കേൾക്കുന്നില്ല, പക്ഷെ എനിക്ക് കാണാം അവർ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാനൊരു ശബ്ദം കേൾക്കുന്നു, നിന്നിലൂടെ രക്ഷിക്കപ്പെടേണ്ട അനേക ആത്മാക്കളുടെ നാശത്തിന്റെ കാരണം നീ തന്നെ. അത് വളരെ വ്യക്തമായിട്ടും ഗംഭീരമായിട്ടും വലിയൊരു സൗണ്ടിലാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എല്ലാവരും വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ മാത്രം. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, ഈ ശബ്ദം വേറെ ആരും കേട്ടില്ലേ, ഞാൻ മാത്രമാണോ കേട്ടെ? എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവമേ, ഇതെന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് അങ്ങാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് ഒരിക്കൽ കൂടെ കേൾക്കണേ. പെട്ടെന്ന് വീണ്ടും അതേ വാചകം, അതേ സെന്റൻസ് ഞാൻ കേട്ടു, നിന്നിലൂടെ രക്ഷിക്കപ്പെടേണ്ട അനേക ആത്മാക്കളുടെ നാശത്തിന്റെ കാരണം നീ തന്നെയാണ്. പെട്ടെന്ന് ഞാൻ ദൈവത്തിനെ സമർപ്പിച്ചു. ഞാൻ കർത്താവെ, ഞാൻ സമർപ്പിക്കുന്നു, പക്ഷെ എനിക്കൊരു അടയാളം തരണം. ഇതിപ്പോ ഞാൻ പോയി ബെഞ്ചാനോട് പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇത് ബെഞ്ചാനോട് പറയും, എൻ്റെ ഹസ്ബൻഡിനോട് ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് ഒരു ക്വസ്റ്റ്യനും ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് പറയണം, ഓക്കെ, അപ്പൊ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടു, നീ ഒരു കാര്യം ചെയ്, നീ ഇപ്പോൾ ജോലി ചെയ്യാണല്ലോ, പെട്ടെന്ന് തന്നെ നീ നിന്റെ ജോലി റിസൈൻ ചെയ്ത് നീ ഒരു തുടക്കം ഇട്ടോളൂ, പുതിയ ദൈവം എന്നെ വിളിച്ചിറക്കും എന്നിങ്ങനെ ബെഞ്ചാനിലൂടെ എനിക്ക് കേൾക്കണം. അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട്, ഒരു അടയാളമായിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കെ തന്നെ എന്നോട് ബെഞ്ചാൻ ചോദിച്ചു, എന്താ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്ന, ഒരു വല്ലായ്മ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ബെഞ്ചാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പെട്ടെന്ന് ബെഞ്ചാൻ വഴിയിൽ തന്നെ വണ്ടി നിർത്തിയിട്ട്, അന്ന് 2 കുഞ്ഞുങ്ങളെ ഉള്ളൂ. അപ്പം പെട്ടെന്ന് വഴിയിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നമുക്ക് തിരിച്ച് പോകാം, നമ്മുടെ അങ്കിളിനോട് പറയാം, പാപ്പനോട് പറയാം, ഞാൻ ഇനിയും ജോലി റിസൈൻ ചെയ്യാണ്, 1 മന്ത് ടൈം തരുന്നു എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ വേണ്ട, വൈകുന്നേരം പോകാന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ അങ്കിൾ, ഞാനിങ്ങനെ ദൈവ ശബ്ദം കേട്ടു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് ഇറങ്ങണം, ഞാൻ ജോലി ചെയ്താൽ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇത് സ്കൂളാണ്, നീ ഒരു ടീച്ചറാണ്, പെട്ടെന്ന് ഞങ്ങൾക്ക് ടീച്ചറിനെ അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ ടീച്ചർമാർ അതിനെ ഈ പഠിപ്പിക്കുന്ന സിലബസിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയുന്നത് വരെ നീ വേർഡ് തന്നതാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. അപ്പം ഈ അക്കാഡമിക് ഇയർ മാർച്ച് ഏപ്രിൽ കൊണ്ട് കഴിയും, അതുവരെ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളും ചിന്തിച്ചപ്പം ശരിയാണല്ലോ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അത് ഓക്കെ 2008 ഏപ്രിൽ വരെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ 2008 ഫൈനലി ഏപ്രിൽ മാസം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. പിന്നെ മാക്സിമം ചർച്ചിന്റെ പ്രാർത്ഥനയ്ക്കും അങ്ങനെയെല്ലാം ഞങ്ങൾ പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ സഹോദരിമാരെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി നമ്മുടെ സഭയിലെ. അങ്ങനെയൊക്കെ ആയി. അതിന് ശേഷം അങ്ങനെ മുന്നോട്ട് പോകവേ 2008 തന്നെ ഞാൻ എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എന്നും പ്രാർത്ഥിക്കും, കർത്താവേ,
എങ്ങോട്ടാണ് ഞങ്ങളെ നീ അയക്കുന്നത്, അത് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം. എൻ്റെ ഹസ്ബൻഡിനോട് അങ്ങ് വ്യക്തമായി സംസാരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു ദർശനം കാണുന്നു. ഞാൻ കാണുന്നത് ഈ തലയിൽ കെട്ടുള്ള ഈ ടർബൻസ് ഇട്ടിരിക്കുന്ന ആൾക്കാരെയാണ്. അതുപോലെ ഒരു നല്ല ഇനം നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഫീൽഡ്, ഹൈദരാബാദിലൊന്നും അത് കാണത്തില്ല. കണ്ടമാണ്, കണ്ടങ്ങളുടെ നടുക്കാണ് ഞങ്ങളുടെ വീട്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ദർശനം കാണുന്നു. കണ്ടങ്ങളുടെ നടുക്ക് ഞങ്ങളുടെ വീട്. പക്ഷെ ഞങ്ങളുടെ അപ്പുറത്തിപ്പുറത്തെല്ലാം പഞ്ചാബികളാണ്. അങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവ് ക്ലിയർ ആയിട്ട് കാണിച്ചല്ലോ ഏത് സ്ഥലത്തേക്കാ പോകണ്ടേന്ന്. അങ്ങനെ ഞാൻ എപ്പോഴും പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടിലുള്ളവരോട് എല്ലാവരോടും പറയാൻ തുടങ്ങി, കർത്താവിന്റെ വേലയ്ക്കായിട്ട് ദൈവം ഞങ്ങളെ പഞ്ചാബിൽ കൊണ്ടെത്തിക്കും. അവിടെ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അവിടെ മരിക്കും. അവിടെ ദൈവം എത്ര നാൾ ഞങ്ങളെ ആക്കുന്നു അന്ന് വരെയും ഞങ്ങൾ അവിടെ ആയിരിക്കും. 2008 ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തു. ഞങ്ങൾ വീണ്ടും സഭയോടനുബന്ധിച്ച് ഞങ്ങൾ സഹോദരിമാരെല്ലാവരും എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ കൂടി വരികയും അങ്ങനെ ഞങ്ങൾ ഒരു നമ്മുടെ ചർച്ചിനോട് അടുത്തുള്ള ഒരു ബാലയ്യ നഗർ എന്ന് പറഞ്ഞൊരു സ്ലം ഏരിയ ആണ്. അവിടെ പോയി ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ പ്രവർത്തനം നമ്മൾ എല്ലാ മിക്ക വ്യാഴാഴ്ചകളിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എന്നാലാവോളം കർത്താവിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടണം അങ്ങനെ നമ്മളത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇരിക്കെ 2015 എനിക്ക് വളരെ എൻ്റെ ശാരീരികമായി ഞാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. എനിക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയി. അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പം ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ തന്നു, മെഡിസിനൊക്കെ തന്നെങ്കിലും പിന്നീട് അതങ്ങ് ഓക്കെ ആയി തന്നു. പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും അതങ്ങ് ഓക്കെ ആയി. ആ സമയത്താണ് എൻ്റെ മമ്മിക്ക് ശാരീരികമായി സുഖമില്ലാതായത്. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും ആ സൈഡിലേക്ക് അങ്ങ് മാറി. എന്നെ കുറിച്ച് ഞാനങ്ങ് വിട്ടുപോയി, മറന്നുപോയി. അങ്ങനെ ഇരിക്കെ 2017 ആയപ്പോൾ ഞങ്ങള് വീണ്ടും ശക്തമായി ഞങ്ങൾ ആ ബാലയ്യ നഗറിൽ മിക്ക ദിവസങ്ങളിലും പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ വെച്ച് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഞങ്ങൾ ശരിക്കും ഒരു ചെറിയ ചെറിയ കുടിലുകൾ പോലത്തെ വീടുകളാണ്. അവിടെ വെച്ച് ഞങ്ങളൊരു ഭവനത്തിൽ ചെന്നപ്പം ഒരു സഹോദരി വിഷമത്തോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വെളിയിൽ അവരുടെ കുടിലിന്റെ മുകളിൽ പുറത്തിരിക്കുന്ന കണ്ടു. അപ്പം ഞങ്ങൾ ചെന്ന് ചോദിച്ചു, ഞങ്ങൾ അല്പം വെള്ളം കുടിക്കാൻ ചോദിച്ചു. അപ്പൊ അവർ വെള്ളം തന്നിട്ട് അവര് ഭയങ്കര വിഷമത്തോടെ ആയിരിക്കുന്നല്ലോ. അപ്പൊ ഞങ്ങൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഇതുപോലെ എൻ്റെ സഹോദരൻ ടി ബി അസുഖത്താൽ ഭാരപ്പെട്ട് അവിടെ ആയിരിക്കുന്ന TB ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഡോക്ടർമാർ ഒരു പ്രതീക്ഷയും ഇല്ല, കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ എങ്ങോട്ട് കൊണ്ടുവരാനാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വരാന്തയിൽ ഡോക്ടർമാർക്ക് എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടിട്ട് പോയി. ഈ അസുഖം അറിഞ്ഞതോടെ അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ആ 2 മക്കളും ഇപ്പൊ ഈ സഹോദരിയുടെ വീട്ടിലാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ 5-6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് അവിടെ മുട്ടുമടക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു, കർത്താവെ ആ സഹോദരന് ദൈവഹിതമെങ്കിൽ അദ്ദേഹത്തിന് വിടുതൽ നൽകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങ് പോരുന്നു. കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ആ സഹോദരിയെ തപ്പി, പക്ഷെ കണ്ടില്ല. ആ സ്ഥലത്ത് ഒരു സഹോദരൻ നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ ആ സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങളെ അദ്ദേഹം നോക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു, ആ സഹോദരി എവിടെയാ, ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങളാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ എന്ന്. അപ്പൊ ഞങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നി. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ച മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ സഹോദരൻ ഇന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് എൻ്റെ സഹോദരി പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ അതൊരു ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് പ്രവർത്തിക്കുന്നു, ഞങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങള് അവിടെയുള്ള എല്ലാ കുടിലുകളിലും എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ കയറി ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ അവരോട് ചോദിച്ചിട്ട് പലരും നമ്മളോട് നോന്ന് പറയും, പക്ഷെ പലരും നമുക്ക് പെർമിഷൻ തരും. അങ്ങനെ ഇരിക്കുകയാണ്
അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂള്, ചെറിയൊരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ ഞങ്ങൾ ജസ്റ്റ് ചെന്ന് സംസാരിച്ചു. അപ്പം അവര് പറഞ്ഞു ഓക്കെ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മോറൽ സയൻസ് പോലെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് എടുക്കാൻ വൺസ് ഇൻ എ വീക്ക് തരുമോ എന്ന് ചോദിച്ചു, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പൊ അവര് സമ്മതിച്ചു. അങ്ങനെ ഒരു 3-4 ആഴ്ച ഞങ്ങൾ അവിടെ പോയി മോറൽ സയൻസ് പോലെ ഞങ്ങൾ ഒരു ക്ലാസ് എടുത്തു. ഞങ്ങൾ ഒരു പാട്ട് പഠിപ്പിക്കും. അതിനുശേഷം നമ്മള് വചനം പറയും. ക്രിയേഷൻ മുതൽ ഞങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പം ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് അവിടുത്തെ ആൾക്കാരെല്ലാവരോടും പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇവിടെ മതപരിവർത്തനം നടത്തുകയാണ്, അങ്ങനെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തെറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ നമുക്ക് പോകാൻ പറ്റാതെയായി. പക്ഷെ ആ ഏരിയയുടെ അടുത്താണ് നമ്മളുടെ ചർച്ച്. പിന്നെ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ചർച്ചിൽ ചെന്ന് ഞങ്ങൾ ശക്തമായി ആ ഏരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ് ഞങ്ങളുടെ കയ്യിൽ ആ ഏരിയ തരണം, ആ സ്ഥലം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2017 സെപ്റ്റംബറിൽ എനിക്ക് വീണ്ടും വളരെ അധികമായി എനിക്ക് ബുദ്ധിമുട്ടായി, പ്രയാസമായി. ആമേൻ, സ്തോത്രം. ശാരീരികമായി ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. യൂട്രസും ഓവറിയും എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ, എൻ്റെ മകള് ഇപ്പം 12th എൻ്റെ മകൻ 10th നെക്സ്റ്റ് മാർച്ചിലാകുമ്പോൾ അവരുടെ എക്സാം കഴിയും. മാർച്ചിൽ എക്സാം കഴിഞ്ഞാൽ ആ April 1 തന്നെ ഞാൻ വന്ന് അഡ്മിറ്റ് ആയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. അപ്പം ആ വർഷം തന്നെ ജനുവരിയിൽ എന്നോട് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നൊരു ദേവദാസൻ ഞങ്ങളോട് ശക്തമായ ദൂത് അറിയിച്ചു. സഹോദരി, ഒരു വലിയൊരു കുറേ സഹോദരിമാരെ ഞാൻ നിനക്ക് കൂട്ടായിട്ട് തരും. അവരോടൊപ്പം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും എല്ലാം, നിന്റെ ഒപ്പം ആരാധിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം ഒരു വലിയൊരു ജനക്കൂട്ടം, ഒരു സഹോദരിമാരുടെ കൂട്ടത്തെ ഞാൻ നിനക്ക് കൂട്ടായിട്ട് തരും എന്ന് ദൂതറിയിച്ചു. അപ്പോഴും ഞാൻ ചിന്തിച്ചത് നമ്മുടെ സഭയായിട്ട് നമ്മൾ ഇനിയും വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, എല്ലായിടത്തും പോകണം, ഒരു വീട് പോലും ഇവിടെ മിസ്സാവരുത്, എല്ലാ വീട്ടിലും പോയി സുവിശേഷം അറിയിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത മാസം ഫെബ്രുവരി ആയപ്പോഴത്തേന് സഹോദരി കുടുംബം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ലില്ലി റെജി എന്നൊരു ആന്റി എന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ആന്റി എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ ദേവദാസിയാണ്, ദേവദാസനും ഭാര്യയുമായിരുന്നു. അവര് ഇങ്ങനെ ഞാൻ വിളിച്ച സമയത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സഹോദരി കുടുംബം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്, അപ്പം മോക്ക് താല്പര്യമാണെങ്കിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആഡ് ചെയ്തു. പക്ഷെ അവിടെ എല്ലാം മലയാളമാണ്. ആ സമയത്ത് എനിക്ക് അത്രയും മലയാളം അറിയത്തില്ല, അത്രയും ഫ്ലുവൻ്റ് അല്ല മലയാളം. വായിക്കാൻ അറിയാം, പക്ഷെ എഴുതാനൊന്നും അത്രയും അറിയത്തില്ല. അപ്പൊ എല്ലാ മെസ്സേജുകൾ വരുന്നു. അപ്പൊ ഞാൻ അതിനകത്തൊന്നും ആക്റ്റീവ് അല്ല, ബട്ട് ഞാനൊരു പാർട്ടിസിപ്പന്റ് മാത്രമാണ്. അങ്ങനെയായിരുന്നു. അതിനുശേഷം അതങ്ങനെ പോയി. 2018 ആയപ്പോൾ എൻ്റെ മകളുടെ എക്സാം മാർച്ച് 1 മുതൽ 15 വരെ, മകന്റെ എക്സാം മാർച്ച് 16 മുതൽ 28 വരെ എക്സാം കഴിഞ്ഞു. രണ്ടുപേരുടെയും 12th and 10th രണ്ടുപേരുടെയും എക്സാം കഴിഞ്ഞു. 29 ആയപ്പോൾ ബെൻചാന് വയ്യാതെയായി. പക്ഷെ ബെൻചാൻ എന്നോട് ഒന്നും മിണ്ടിയില്ല. 30 ആയപ്പോഴത്തേന് രാത്രി ആയപ്പം ബെൻചാന് ഒട്ടും വയ്യാതെയായി. ആ സമയത്ത് ഞങ്ങളുടെ വീടൊന്ന് ഫ്ലാറ്റിലായിരുന്നു താമസിക്കുന്നത്. ഫ്ലാറ്റ് ഒന്ന് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അത് അഡ്വാൻസ് മേടിച്ചിട്ട് വേറൊരു എങ്ങോട്ടെങ്കിലും വാടകയ്ക്ക് മാറാനായിരുന്നു പ്ലാൻ. കാരണം ആ സ്ഥലത്ത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ഡസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് അവിടെ താമസം ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് ആസ്മ ഭയങ്കര സീവിയർ ആയി, രാവിലെയും വൈകിട്ടും മരുന്നെടുക്കണം, ആ സ്ഥിതിയിലായി. അപ്പൊ അങ്ങനെ ആ സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് അങ്ങ് ഭയങ്കര സ്മോക്കി ഏരിയ ആയിരുന്നു. അവിടെ നിന്ന് അങ്ങ് മാറി ഉള്ളിലോട്ട് എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് എടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ബെൻചാന് വയ്യാതെയായി. അപ്പം ബെൻചാന് വയ്യാതെയായത് രാത്രി 30 രാത്രി കുറെ അങ്ങ് ബ്ലഡ് അങ്ങ് വായിന്ന് വരിക, ജസ്റ്റ് ഒന്ന് ചുമക്കുന്നില്ല, അതിന് മുമ്പേ അങ്ങ് ബ്ലഡ് വരിക. ഞാൻ ആകെ വിഷമായി. പെട്ടെന്ന് ഞങ്ങളുടെ പെങ്ങളും അളിയനും അവിടെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു, അവർ ഓടി വന്നു, നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ പിറ്റേ ദിവസം അവരെല്ലാ ടെസ്റ്റും ചെയ്തു, ബ്രോങ്കോസ്കോപ്പി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവർക്ക് ലങ്സ് മുഴുവനും ബ്ലഡാൽ നിറയപ്പെടുന്നു, ലങ്സ് ബ്ലഡിനകത്ത് അങ്ങ് കുതിർന്നിരിക്കുന്നു എന്ന് പറയുന്നത്.
പക്ഷെ അതെന്താണ് കാരണമെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവര് ഡിസ്ചാർജ് ഓക്കെ അവർ ഈ ബ്ലഡ് എല്ലാം കുറച്ച് മണിക്കൂറത്തേക്കിന് 1-2 ദിവസത്തേക്കിന് ബ്ലഡ് വരുന്നത് നിന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. ഏപ്രിൽ 2-ാം തീയതി ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ 1-ാം തീയതി ആ രാത്രി എൻ്റെ അളിയനാണ് അവിടെ ബെൻചാൻ്റെ ഹോസ്പിറ്റലായിരുന്നത്. അപ്പൊ ഞാൻ വീട്ടിലായിരുന്നു. പെട്ടെന്ന് രാത്രി ഒരു 3 മണിയായപ്പോഴത്തേന് എനിക്ക് കോള് വന്നു, ബെൻചാന് വീണ്ടും സീരിയസ് ആയി ICUലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ഞാൻ വേഗം അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞാൻ കാണുമ്പോൾ ICUല് ബ്ലീഡിങ് ആയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ പൊക്കി വെച്ച് ചരിച്ച് ഇങ്ങനെ കടത്തിയേക്കാണ്. ഒരു വലിയൊരു ബണ്ടിൽ ഓഫ് കോട്ടൺ ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കോട്ടണിലേക്ക് വരുന്ന ബ്ലഡ് എല്ലാം ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, എൻ്റെ യേശുപ്പാ ഇതെന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഞാൻ വെളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരി വന്ന് എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ജീവൻ വേണമെങ്കിൽ എത്രയും വേഗം ഇവിടുന്ന് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായില്ല. എൻ്റെ അളിയനുമായിട്ട് സംസാരിച്ചു. ബെൻചാന്റെ അളിയൻ, ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചു ഹൈദരാബാദിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടി. പിന്നെ അവിടുന്ന് നമ്മളെ വിളിച്ചു പറഞ്ഞു, നമ്മളെ അവിടെയുള്ള ദേദാസിമാരൊക്കെ സഹായിച്ചു. അവർ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു, അവരൊക്കെ സഹായിച്ചു നമ്മളെ അപ്പോളോ ഹോസ്പിറ്റലിലെ അവരുടെ തന്നെ ആംബുലൻസ് എല്ലാം കൊണ്ടുവന്ന് കംപ്ലീറ്റ് ഓക്സിജൻ സപ്പോർട്ടോട് കൂടി മാത്രം ഡിസ്ചാർജ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്സിജൻ സപ്പോർട്ടോട് കൂടി നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ എത്തി കാണിച്ചു, നമ്മൾ റിപ്പോർട്ട് എല്ലാം കാണിച്ചു. അവിടെയും അവരെല്ലാ ടെസ്റ്റും ചെയ്തു, TB ടെസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്തു. ഒരു ടെസ്റ്റിലും എന്താ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏപ്രിൽ 2-ാം തീയതി അവിടെ എത്തി. 3-ാം തീയതി എല്ലാ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് എല്ലാം വന്നു. അങ്ങനെ 3-ാം തീയതി ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെയാണ്, അപ്പം നാളെ ഡിസ്ചാർജ് തരാം, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ തന്നെ വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മള് ഡിസ്ചാർജിന് വേണ്ടി നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആണ്. അപ്പൊ അന്ന് രാത്രി ഞാൻ തന്നെയായിരുന്നു ബെൻചാന്റെ ഒപ്പം. ഞാനും ബെൻചാനും ഒറ്റയ്ക്കായിരുന്നു. ബെൻചാൻ ഒത്തിരി സംസാരിക്കാനൊക്കെ പറ്റി. ബ്ലഡ് ഒന്നും വരുന്നില്ല, സ്പിറ്റിലൂടെ ഒന്നും ബ്ലഡ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് രാത്രിയിൽ കുറെ സമയം പ്രാർത്ഥിച്ചു ബെൻചാൻ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. അവിടെ വരുന്നത് നഴ്സുമാരോടൊക്കെ സുശേഷം പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് കടക്കാൻ പോവാണ്. രാത്രി 12 മണിയായി സമയം. കടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഒത്തിരി ടയേർഡായിരുന്നു. എന്നോട് നീ കടന്നോളാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് തിരിഞ്ഞ് കടക്കാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് എന്നോട് ആരോ പറയുന്നു ബെൻചാനെ ഒന്ന് നോക്കാൻ. ഞാൻ നോക്കി. അപ്പൊ ബെൻചാൻ ബെഡില്. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം ബെൻചാന് മിണ്ടാൻ പറ്റുന്നില്ല. ആക്ഷൻ കാണിക്കുക, തുപ്പണം എന്ന് പറഞ്ഞു. ഞാൻ വേഗം അത് എടുത്തു കൊടുത്തു. അപ്പം അവിടെ ആ സോസ്പാനിൽ തുപ്പിയത് മുഴുവനും ബ്ലഡ്, ഒരു 150-200 ml ബ്ലഡ്. അത് കണ്ടതേ എനിക്ക് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി സിസ്റ്ററിനെ വിളിച്ചു. സിസ്റ്റർ ഓടി വന്നു. അവര് നോക്കിയപ്പം സാച്ചുറേഷൻ ലെവൽ ബെൻചാന്റെ ആ സമയത്ത് 43 ആണ്. അപ്പം പെട്ടെന്ന് അവർ ഓടിക്കൊണ്ടുവന്ന് ഓക്സിജൻ എല്ലാം കൊടുക്കാൻ തുടങ്ങി. അപ്പം ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടേ. അപ്പം പെട്ടെന്ന് എനിക്ക് അന്യഭാഷയാണ് എൻ്റെ വായിൽ വരുന്നത്. എനിക്ക് വേറൊന്നും, അവരൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പറയേണ്ടത് എന്താന്ന്. പെട്ടെന്ന് ഞാൻ കുറെ സമയം ബെൻചാന്റെ കരം പിടിച്ച് ഞാൻ അങ്ങ് അന്യഭാഷയിൽ, ബെൻചാൻ കിടക്കുന്നു, അവരെല്ലാം ട്രൈ ചെയ്യുന്നു ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ആ സമയത്ത് ഞാൻ അന്യഭാഷയിൽ തന്നെ ആരാധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒന്ന് സ്റ്റേബിളായി, ഒരു 90 ഒക്കെ ആയി സാച്ചുറേഷൻ. അപ്പം അവിടുത്തെ ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, നൈറ്റ് ഷിഫ്റ്റിലെ ഡോക്ടർ പറഞ്ഞു, നോക്കിക്കൊണ്ടിരിക്കണം, എപ്പം ഇത് 90 താഴുന്നോ സാച്ചുറേഷൻ ലെവൽ അപ്പോൾ ഉടനെ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോയി. ഞാനും ബെൻചാനും വീണ്ടും തനിയായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ബെൻചാന് പറ്റിയേ? ബെൻചാൻ എന്തിനാ ടെൻഷൻ എടുക്കുന്നേ? വീട് വിറ്റത് കൊണ്ടാണോ? ഒന്നും ടെൻഷൻ വേണ്ട, കർത്താവ് നമുക്ക് വേറെ വീട് തരും, പക്ഷെ ദൈവവേലയ്ക്ക് വേണ്ടി നമുക്ക് ഇറങ്ങണം എന്നൊക്കെ അപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും പറഞ്ഞു, കുഞ്ഞുങ്ങൾ 3 പേര്, അവരെ കുഞ്ഞുങ്ങളാണ്, അവരെ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ജോലി വിട്ട് ഇറങ്ങുന്നേ, ആ ഒരു ടെൻഷനായിരുന്നു ബെൻചാന്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സാച്ചുറേഷൻ പെട്ടെന്ന് താന്നു പോയപ്പം ഞാൻ അവരെ വിളിച്ചു. അവര് ഓക്സിജൻ കൊടുക്കാൻ നോക്കിയിട്ട് അവർ ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ബോഡി. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ICU കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ രാത്രിയിൽ ഒരു 12:30 1 o'clock ആയതേ ഉള്ളൂ. പെട്ടെന്ന് ICUലേക്ക് വീണ്ടും മാറ്റി. ഞാൻ പിന്നെ അവിടെ തന്നെ ICUയുടെ വാതിൽക്ക് ഇരിക്കുകയായിരുന്നു. അവർ കുറേ സമയം, ഓൾമോസ്റ്റ് ഒരു 1/4 മണിക്കൂർ അവരെ ട്രൈ ചെയ്തു ഓക്സിജൻ കൊടുക്കാൻ, പക്ഷെ ഓക്സിജൻ ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിപ്പിച്ചു അകത്തോട്ട്. എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു,
ബോഡിയിൽ ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, വി നീഡ് ടു പുട്ട് ഹിം ഓൺ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു. വെന്റിലേറ്ററിൽ ഇടേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്, കേട്ടിട്ടുണ്ട് വെന്റിലേറ്റർ എന്നൊക്കെ. ഞാൻ ആകെ ടെൻഷനായി. ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ ആ സമയത്ത്, രാത്രി സമയത്ത്. ഞാൻ ചോദിച്ചു എന്താ ഞാൻ ചെയ്യുക, അന്നേരം പറഞ്ഞു സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വിറയ്ക്കുന്ന കൈയോടെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ 5-6 നഴ്സുമാരെ ചുറ്റിനുമുണ്ട്. അവര് പിടിച്ച് ബലത്തോടെ പിടിക്കുന്നു, ഓക്സിജൻ കൊടുക്കാൻ നോക്കുന്നു. പക്ഷെ ബെഞ്ചാന് ഇങ്ങനെ താഴെ മേളിലോട്ട് ഇങ്ങനെ കുതിക്കുകയാണ് ശ്വാസം കിട്ടാതെ. അപ്പം അങ്ങനെ ഇങ്ങനെ മീൻസ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നു, ബെഡേ കിടക്കുന്നില്ല സ്റ്റേബിൾ ആയിട്ട്. ഞാൻ വല്ലാതെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോഴാണ് ഈ നഴ്സുമാർക്കൊക്കെ മനസ്സിലായി മലയാളികളാണെന്ന്. അങ്ങനെ അവരും പിന്നെ എന്നോട്, എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു അവിടുത്തെ ഉള്ള നഴ്സുമാരെല്ലാം. പിന്നെ ഞാൻ സൈൻ ചെയ്തു. അവർ വെന്റിലേറ്റർ ഇടാനോട്ട് പറഞ്ഞ് വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെ റൂമിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെളിയിലോട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചു. അടുത്ത കാലം എനിക്ക് വെക്കാൻ എനിക്ക് ടൈൽസ് കാണുന്നില്ല, ഫ്ലോർ കാണുന്നില്ല. ഞാൻ കാണുന്നത് ഒരു കുഴിയാണ്. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോകുന്നത് ഒരു കുഴിയിലേക്കാ. അപ്പം എനിക്ക് ആ സ്റ്റെപ്പ് കാല് താത്ത് വെക്കാൻ പറ്റാതെ ഞാൻ അവിടെ നിന്നോട്ട് ചോദിച്ചു, ദൈവമേ, ഞാനും എൻ്റെ 3 കുഞ്ഞുങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. പെട്ടെന്ന് ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു, പ്രാണനെ തൊടുവാൻ അനുവദിച്ചിട്ടില്ല എന്ന്. അങ്ങനെ എനിക്കൊരു ശബ്ദം കേട്ടു, പ്രാണനെ തൊടുവാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. പെട്ടെന്ന് എനിക്ക് ഫ്ലോർ കാണാം. ഞാൻ നടന്ന് താങ്ക് യു ജീസസ് പറഞ്ഞിട്ട് വെളിയിൽ വന്നു. പിന്നെ എല്ലാവർക്കും, എൻ്റെ ഫോണിലുള്ള എല്ലാ ദേവദാസന്മാർക്കും, എല്ലാ ഗ്രൂപ്പുകൾക്കും, എല്ലാവർക്കും ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടു, എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ വെന്റിലേറ്ററിലാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള അനേകരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് വെന്റിലേറ്ററിലായി. അതിന്റെ നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗ് ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താ പെട്ടെന്ന് പറ്റി? ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടെൻഷൻ വല്ലതും ആയോ? ഇല്ല, ഒരു ടെൻഷനും ആയില്ല, സന്തോഷത്തോടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ അവരെല്ലാ ടെസ്റ്റും ചെയ്തു, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ലങ്സിലേക്കുള്ളൊരു, നമ്മുടെ ഹാർട്ടിലേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ലങ്സിലേക്ക് ചെയ്യുന്ന ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അതും കണ്ടുപിടിച്ചു. കുറെ കിഴുത്തുകൾ പോലെ ഉണ്ടായിരുന്നു ലങ്സിലെല്ലാം, അതെല്ലാം അവര് ഇത് ചെയ്തു, സ്റ്റണ്ട് ഇട്ടു. അതിനുശേഷം വീണ്ടും ഡോക്ടർമാർ പറഞ്ഞു, പിന്നെയും സ്റ്റേബിൾ ആവുന്നില്ലായിരുന്നു ബെഞ്ചാന്റെ സാച്ചുറേഷൻ ഒന്നും. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ലേ, പ്രാർത്ഥിച്ചോളൂ, ഹോപ്പ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്, എനിക്ക് റൂമില്ല. ബെഞ്ചാൻ ICU-ലായതുകൊണ്ട് എനിക്ക് റൂമില്ല. അപ്പൊ ഞാൻ റിസപ്ഷനിലൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്, ICU-യുടെ മുമ്പിലും റിസപ്ഷനിലൊക്കെ. അപ്പൊ എൻ്റെ കസിൻ, എൻ്റെ പപ്പയുടെ സിസ്റ്ററിന്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ തളർന്നു പോയി. ഹോപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കരയണം, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. അപ്പൊ ഞങ്ങള് അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു മുറി വേണം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പോയി പറഞ്ഞു. അപ്പൊ അവരെനിക്കൊരു മുറി തന്നു. മുറി എന്ന് പറഞ്ഞാൽ അത് ഒരു ഓഫീസാണ്, ഇൻഷുറൻസിന്റെ ഒക്കെ. അപ്പം വൈകിട്ട് അതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ ആ മൂലയ്ക്ക് പോയിട്ട് ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. അവള് കണ്ണുനീരോടെയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ എനിക്ക് കണ്ണുനീര് പോലും വരുന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, കർത്താവേ, എന്താ ഞാൻ ചെയ്യുക, ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറെ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടു. ഒരു ബെഞ്ചാൻ ഇങ്ങനെ വെള്ള പൊതിച്ച് ഒരു കട്ടിലേ കിടക്കുന്നു. ആ ബെഞ്ചാന്റെ അടുത്തേക്ക് ഒരു കരം, ഒരു കരം മാത്രം, കൈപ്പത്തി മാത്രം ഇങ്ങനെ നീണ്ടു വരുന്നു. അത് മാത്രം ഞാൻ കണ്ടു. കൈപ്പത്തിയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു വെള്ള ധരിച്ച ഒരു കൈയുടെ, ഒരു ഷർട്ടിന്റെ കൈ പോലെ അങ്ങനെ നീണ്ടു വന്നപ്പോൾ ബെനിച്ചാന്റെ കരം പൊക്കി, ബെനിച്ചാനിലേക്ക് വന്ന കരത്തെ കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ബെനിച്ചാനെ പൊക്കി പെതിയെ ഇരുത്തി. അത്രയും ഞാനൊരു ദർശനം കണ്ടു. പെട്ടെന്ന് ഞാൻ എൻ്റെ കസിനോട്, എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, ആനി, അവളുടെ പേര് ആനി എന്നാണ്. ഞാൻ പറഞ്ഞു, ആനി, ബെനിച്ചാന് വിടുതലായി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ കുറെ സമയം കൂടെ ആരാധിച്ചു. പക്ഷെ ബെനിച്ചാനെ പോയി കാണാൻ ആ സമയത്ത് പറ്റില്ല. നെക്സ്റ്റ് ഡേ രാവിലെ എനിക്ക് വിളി വന്നു, ഡോക്ടർ വിളിക്കുന്നു, വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷം.
അദ്ദേഹം പറഞ്ഞു, വളരെ വലിയൊരു മിറാക്കിളാണ് നടന്നിരിക്കുന്നത്. ഇന്നലെയും ഇന്നും ഈ ടൈമിനുള്ളിൽ വലിയൊരു മിറാക്കിൾ നടന്നു. ഈസ് ഓൾ റൈറ്റ് നൗ. അദ്ദേഹത്തിനെ ഇവിടുന്ന് ഇന്ന് തന്നെ ICUന്ന് റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. ദൈവം എന്നെ കാണിച്ച ആ കരം ദൈവത്തിന്റെ കരമായിരുന്നു. ദൈവം അദ്ദേഹത്തെ അന്ന് രാത്രി സൗഖ്യമാക്കി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ റൂമിലേക്ക് മാറ്റി. അന്ന് സാറ്റർഡേ ആയിരുന്നു. റൂമിലേക്ക് മാറ്റി. സൺഡേ കഴിഞ്ഞ് മൺഡേ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ആയി ഞങ്ങൾ ഭവനത്തിൽ വന്നു. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ബെഞ്ചാൻ നമുക്ക് കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. അപ്പം ബെഞ്ചാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതെന്റെ വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ഇനി പോകുന്നിടത്തെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയും എന്ന് പറഞ്ഞ് അങ്ങനെ എവിടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അങ്ങനെ എവിടെ ഏതൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷേഴ്സ് ആയിരുന്നു അവര്. അപ്പം ആ ടെക്സ്റ്റ് ബുക്സുമായിട്ട് ഏതൊക്കെ സ്കൂളിലാണോ പോകുന്നത് അവിടെ എല്ലാ പ്രിൻസിപ്പൽസിനോടും ബെഞ്ചാന്റെ സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 2018 കഴിഞ്ഞു. 19 ഞങ്ങള് വേറൊരു വീട് വേണ്ടി ഞങ്ങള് സ്ഥലം മേടിച്ചു, വീട് വെക്കാൻ തുടങ്ങി. 2019 ആയപ്പോ ആ വീട് പണി കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി കടം വന്നു ആ വീട് പണിയോടുകൂടി. അതിനുശേഷം 2020 ഞങ്ങള് ആ പുതിയ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പം ആ 2020 ആയപ്പോഴത്തേന് മാർച്ച് മാസം ലോക്ക്ഡൌൺ ആയി. ആ ലോക്ക്ഡൌൺ സമയത്ത് മാർച്ച് 27 അപ്പോൾ ലോക്ക്ഡൌൺ ആയി. ആർക്കും ഒന്നും എങ്ങും പോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ എപ്പോ പ്രാർത്ഥിക്കുന്നു, രാത്രിയിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും, അങ്ങനെ രാവിലെ എണീക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരിക്കെ മാർച്ച് 26 രാത്രിയില് ഇതുപോലെ ഞങ്ങള് ഫാമിലി പ്രാർത്ഥന കഴിഞ്ഞു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു കുറച്ച് സമയം കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഈ ഒരു വീട് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. ദൈവാത്മാവ് എനിക്ക് എപ്പോഴും ഒരു വചനം തന്നുകൊണ്ടേയിരുന്നു. ആ വചനം ഞാൻ ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹബക്കൂക്ക് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അപ്പം ഈ വീടൊക്കെ പുതിയതായിട്ട് പണിത് തുടങ്ങിയപ്പോൾ ഞാൻ ആ വീട് പണിയുന്നതിന് അകത്ത് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, കർത്താവേ, അങ്ങ് എനിക്ക് തന്ന ദർശനം അതെന്തായി തീരും? ഇനിയിപ്പോ ഇവിടെ പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങും, കുറെ പൈസ വേണം, അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ലോണൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ ജോലിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ദൈവാത്മാവ് എന്നെ ഈ വചനം തന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അന്നേരം എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല, മീൻസ് എനിക്ക് ഒന്നും ഐഡിയ ഇല്ല, എന്താ മുന്നോട്ട് എങ്ങനെയാ ദൈവം നടത്തുന്ന പോലെ പോകുന്നു, എന്താ സംഭവിക്കാൻ പോവാ ഒന്നും നമുക്കൊരു ഐഡിയയും ഇല്ല. അങ്ങനെയാണ് 2020 2020 ലോക്ക്ഡൌൺ സമയത്ത് പെട്ടെന്ന് ബെൻചാൻ വയ്യാതെയായി. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവിനോട് ശക്തമായി ഇടപെട്ടു. ഇച്ചിരി കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയി കടന്നോ, ബെൻചാനും മക്കളും കടന്നോ, ഞാൻ ഇച്ചിരി കൂടെ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ സമയം 11:45 ആയതേ ഉള്ളൂ രാത്രി. അപ്പം എന്റെ മൂത്ത മോള് പറഞ്ഞു, ഞാനും അമ്മയുടെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേ 2 കുഞ്ഞുങ്ങളും ബെൻചാനും പോയി കടന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് വീണ്ടും ബെൻചാൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ വീണ്ടും ബ്ലഡ് തുപ്പുവാന്ന് പറഞ്ഞു, വീണ്ടും എൻ്റെ വായിന്ന് ബ്ലഡ് വരുവാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ഞങ്ങൾ 5 പേരും കരം കോർത്ത് പ്രാർത്ഥിച്ചു. പിന്നെ അളിയനെ വീണ്ടും വിളിച്ചു, അളിയൻ വേഗം വന്നു. പിന്നെ ആ സമയത്ത് ലോക്ക്ഡൌൺ ആണ്, കോവിഡ് ഭയങ്കര ശക്തമായി നിൽക്കുന്ന സമയമാണ്. അന്നേരം നമ്മൾ എങ്ങനെ വിളിക്കുക ഒന്നും, പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ ആംബുലൻസ് ബുക്ക് ചെയ്തു. അവരോട് പറഞ്ഞു ഇതുപോലെ. അപ്പൊ അവർക്ക് കോവിഡ് എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ ഞങ്ങൾ അവരോട് പറഞ്ഞു, അല്ല, 2 years ബാക്ക് സെയിം സംഭവം ഉണ്ടായതാണ്, അവിടെയായിരുന്നു ട്രീറ്റ്മെന്റ് നടന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് വന്ന് നമ്മളെ കൊണ്ടുപോയി. ഒരാൾക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഡേ ബെൻചാനിങ് അളിയനിങ് തിരിച്ചു പോരുന്നു. ഞാനും ബെൻചാനും ഹോസ്പിറ്റലായിരുന്നു. ഓൾമോസ്റ്റ് 1 വീക്ക് അവിടെയായിരുന്നു. കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ആ ഒരു 1 വീക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാറ്റിമറിച്ചൊരു സമയമായിരുന്നു. കാരണം ആൾക്കാരുമായിട്ട് ആരും വരുന്നില്ല. 2018 പോലെയല്ല. 2018 ഇഷ്ടംപോലെ ആൾക്കാർ വരുമായിരുന്നു, ദേവദാസന്മാർ വരും, പ്രാർത്ഥിക്കും, ബലപ്പെടുത്തും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇതെല്ലാം ഫോണിലൂടെ മാത്രം. വളരെ ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു ആ ഒരു സമയം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് കർത്താവ് 2020 ഏപ്രിൽ 1 ദൈവം ഞങ്ങളെ വീണ്ടും ഭവനത്തിലേക്ക് കൊണ്ടുവന്നു.
അതിനുശേഷം ഏപ്രിൽ 3 ഈ ഞാൻ പറഞ്ഞ സഹോദരി കുടുംബം ഒരു ഫ്രീ കോൺഫറൻസ് കോൾ എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് തുടങ്ങി. അപ്പം അതിനെ എന്നെ ആഡ് ചെയ്തു. അപ്പോൾ അവരെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഞാൻ വിടുമായിരുന്നല്ലോ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ ആഡ് ചെയ്തു. അങ്ങനെ ആ ഒരു മീറ്റിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദൈവാത്മാവിനോട് ശക്തമായി ഇടപെട്ടത്. 2017 എനിക്ക് കിട്ടിയ ഒരു ആലോചന, ഒരു കൂട്ടം സഹോദരിമാരെ നിന്റെ ഒപ്പം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നു പറഞ്ഞത്, അത് ഇതിലൂടെ അത് കറക്റ്റായി പൂർത്തിയായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒത്തിരി പേരുടെ കൂടെ ഇപ്പം, പക്ഷെങ്കിൽ എല്ലാ സമയത്തും ഏത് സമയത്തും ആ ഒരു മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന കിട്ടും. അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഒരു വലിയൊരു ആത്മബന്ധം ആ ഒരു ആൾക്കാരുമായിട്ട് ഉണ്ടായി. ഒരു വലിയൊരു പ്രാർത്ഥന നമ്മുടെ പുറകിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ലോക്ക്ഡൌൺ ആണ്, ഭവനങ്ങളിലാണ് ഇരിക്കുന്നത്. പ്രാർത്ഥനയോട് പ്രാർത്ഥന തന്നെ, വേറെ ഒന്നുമില്ല നമുക്ക് ചിന്തിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കെ കർത്താവ് വീണ്ടും വീണ്ടും എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. ആ സമയത്ത് ഞാൻ ബെഞ്ചാനോട് പറയത്തില്ലായിരുന്നു. ബെഞ്ചാനോട് ഇത്രയും പറയുമായിരുന്നു, ബെഞ്ചാൻ പ്രാർത്ഥിക്കണം, നമുക്ക് ഉപവസിക്കണം എന്ന്. അപ്പൊ ബെഞ്ചാനും ഉപവസിക്കാൻ തുടങ്ങി. ഞാൻ പറയും വേണ്ട, ഞാൻ ഉപവസിച്ചോളാം, ബെഞ്ചാൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന്. കാരണം പിന്നെ എപ്പോഴാ വയ്യാതാവുന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ശരീരം വളരെ പിന്നെ വീക്കായി. എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയിലായി. മെയ് മാസം 2020 മെയ് ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഒട്ടും വയ്യാതെയായി. ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഇല്ല, ഹോസ്പിറ്റലെല്ലാം അടച്ചുപൂട്ടി. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ വേറൊരു ദേവദാസന്റെ ഭാര്യ, അദ്ദേഹം ആ സഹോദരി ഒരു ഹോസ്പിറ്റലിലെ മെയിൻ സ്റ്റാഫാണ്. അപ്പൊ ഞാൻ അവരെ അറിയിച്ചു. അപ്പൊ അവര് പറഞ്ഞു അവരുടെ ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗൈനക്കിലേക്ക് അവരിലേക്ക് എന്നെ കൊണ്ടുപോയി. അവരെന്നെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോഴേ അവരെന്നോട് പറഞ്ഞു, മജി ഇത് മാലിഗ്നന്റ് ആണല്ലോ, ഇത് ക്യാൻസറസ് ആണല്ലോ, എൻഡോമെട്രിയൽ ക്യാൻസർ ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. കാരണം എനിക്ക് എന്തോ ഒരു പ്രിപ്പയർഡ്, എനിക്ക് നേരത്തെ അറിയുന്നത് പോലെയായിരുന്നു ഞാൻ അന്നേരം ബിഹേവ് ചെയ്തത്. എനിക്കത് അറിയാവുന്നത് പോലെ തന്നെ. അതിനുശേഷം അവര് പറഞ്ഞു നമുക്ക് ഇത് ഒരു ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളത് സാമ്പിൾ എടുത്തിട്ട് ഇതിനു വേണ്ടി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി അയക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ, ഞാൻ പോയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നമുക്ക് വേഗം എല്ലാം സർജറി ചെയ്യാം, യൂട്രസും എല്ലാം റിമൂവ് ചെയ്തേക്കാം. എൻ്റെ യൂട്രസ് ആ സമയത്ത് അതിന്റെ നോർമൽ സൈസിൽ നിന്നും 3 times ബിഗർ ആയിരുന്നു. എൻ്റെ ഓവറിയിൽ 2 വലിയ മുഴകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ എൻഡോമെട്രിയൽ അത് ക്യാൻസറസ് ആയി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവരത് സാമ്പിൾ എടുത്ത് ബയോപ്സിക്ക് വേണ്ടി അയച്ചു. ആ ഒരാഴ്ച സമയം സ്തോത്രം, എല്ലാവരും പ്രാർത്ഥിച്ചു. പോസിറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ പോസിറ്റീവ് ആയതിനെ നെഗറ്റീവ് ആക്കുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ അറിയുന്നവരൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ അറിയിച്ചവരൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരോടും ഒന്നും അറിയിക്കാൻ പറ്റിയില്ല, കാരണം മനസ്സിലെ വിഷമം കൊണ്ടും എല്ലാം കൊണ്ടും. അങ്ങനെ പ്രാർത്ഥനയിലായിരുന്നു. ആ ഒരു 1 വീക്കില് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ തന്നെ എന്നെ സ്വയം വിളിച്ചിട്ട് പറഞ്ഞു, മജി, അവര് അവിടുത്തെ ആന്ധ്രാക്കാരിയാണ്, തെലുങ്ക് സ്ത്രീയാണ്, ഹിന്ദു ആണ്. പക്ഷെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മജി, നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, വലിയൊരു മിറാക്കിളാണ് സംഭവിച്ചത്, പോസിറ്റീവ് ആയത് നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം, കർത്താവിന് മഹത്വം. കർത്താവ് അവിടെയും ദൈവം ഒരു വിടുതൽ ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ സാക്ഷിയാക്കി മാറ്റി. സ്തോത്രം. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, പക്ഷേ ഇതിന്റെ സർജറി വേണം, കാരണം ഈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഓവറിലെ 2 മുഴ, അതുപോലെ യൂട്രസിന്റെ പ്രശ്നങ്ങളെല്ലാം, ഇത് ക്യാൻസറസ് അല്ല, ബട്ട് ഇത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡേറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. എല്ലാവരും ആ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ പ്രാർത്ഥനയോടെ കടന്നു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് ലാസ്റ്റ് ഒരു ഫൈനലും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് പോയി, പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാവരും പറഞ്ഞു, പെട്ടെന്ന് സർജറി ചെയ്യല്ലേ, ഒരു സ്കാനിങ് കൂടെ ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എങ്ങനെയാ ഡോക്ടറിനോട് പറയുന്നേ? പക്ഷെ ഡോക്ടർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞു. സ്കാനിങ് ചെയ്തപ്പോൾ ആ സ്കാൻ ചെയ്യുന്ന ഡോക്ടറിന് അത്ഭുതം. പെട്ടെന്ന് അവർ പോയി ഗൈനക്കിനെ വിളിച്ചോണ്ട് വന്നു. ആ ഗൈനക്ക് നോക്കുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര അത്ഭുതം. എൻ്റെ 3 times ബിഗർ ആയിരുന്ന യൂട്രസ് അത് നോർമൽ സൈസായി. എൻ്റെ ഓവറിൽ ഉണ്ടായിരുന്ന 2 വലിയ മുഴകൾ ഉണ്ടായിരുന്നു. ആ വലിയ മുഴകളായിരുന്നു, സെന്റിമീറ്റേഴ്സിലായിരുന്നു. അതെല്ലാം നോർമൽ, ഓവറി എല്ലാം നോർമലായി, ഒരു മുഴയുമില്ല.
അപ്പൊ അവർ ചോദിക്കുന്നത്, ഇനി നിനക്ക് എന്തിനാ ഞങ്ങൾ സർജറി ചെയ്യുന്നേ? എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല കർത്താവിന്റെ പ്രവൃത്തി. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ പ്രവൃത്തിയാണ്. കർത്താവ് ഞങ്ങളുടെ ജീസസ് ക്രൈസ്റ്റ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. അവരോട് ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു, നീ വീട്ടിൽ പൊക്കോ, ഇനി നിനക്ക് സർജറിയുടെ ആവശ്യമില്ല, ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവം അതിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഒരു കത്തി വെക്കുവാൻ ദൈവം വീണ്ടും ഒരു കത്തി എന്റെ ശരീരത്തിൽ വെക്കുവാൻ ഇടയാകാതെ കർത്താവ് ഒരു വിടുതൽ നൽകി. അതിനുശേഷം അപ്പോഴും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി. അങ്ങനെ ഇരിക്കെ അപ്പം പെട്ടെന്ന് നമ്മൾ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി വിടാനും പറ്റില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല ലോൺ ഉണ്ട്, കുഞ്ഞുങ്ങളുടെ പഠനം എവിടെയായില്ല, നല്ല ലോൺ ഉണ്ട്. ഏകദേശം മാസം 47,500 റുപ്പീസ് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കണം. ആ സമയത്ത് നമ്മൾ എങ്ങനെ ജോലി വിടും? അത് കൂടാതെ കുറെ കടങ്ങളുണ്ട് ആൾക്കാരോടൊക്കെ മേടിച്ചത്. അങ്ങനെ ഇരിക്കെ അപ്പം ഒരു ദിവസം ഒരു ദേവദാസി ഇങ്ങനെ വചനം പറയുമായിരുന്നു. വചനം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സഹോദരി കുടുംബത്തിലെ പൊതു മീറ്റിങ്ങില്, അപ്പം 2 കിങ്സ് ചാപ്റ്റർ 4 നിന്നാണ് വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. എലീശ പ്രവാചകന്റെ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നിട്ട് തന്റെ 2 മക്കളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് വന്ന് ആ കാര്യം അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് എന്നിലേക്ക്, അമ്മൻ എന്നോട് സംസാരിച്ചു തുടങ്ങി. എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? ആ സഹോദരിയുടെ കയ്യില് ഒരു അല്പം എണ്ണ മാത്രം. ആ എണ്ണയെ ദൈവം വർദ്ധിപ്പിച്ചു. അതുപോലെ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? നിനക്കൊരു ഭവനം, ദൈവം തന്നൊരു ഭവനമുണ്ട്. അത് കടത്തിലാണ്, അത് മുഴുവൻ കടത്തിലാണ്, എങ്കിലും ആ ഒരു ഭവനമുണ്ട്. ആ ഭവനം വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ആ അതുകൊണ്ട് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി ബാക്കിയുള്ളത് കൊണ്ട് നിനക്ക് ഉപജീവനം കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനോടൊന്നും പറഞ്ഞില്ല. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഞാനത് എന്റെ കൂടെയുള്ള സഹോദരിമാരോട് പറഞ്ഞു, ഷെയർ ചെയ്തു. അവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഉപവാസം തന്നെ. അങ്ങനെ ദൈവത്തിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണെങ്കിലും നിറവേറണം. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം 2021 ആയപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മെൻഷൻ എൻ്റെ അടുത്തേക്ക് കൂടി വന്നു. എന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് പാവിരിക്ക് പ്രാർത്ഥിക്കാതിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിക്കാതിരുന്നപ്പം മെൻഷൻ പറഞ്ഞു, നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു ഷോക്കായി, കുഞ്ഞുങ്ങൾക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നമ്മുടെ കടം എന്ത് ചെയ്യും, ലോൺ എന്ത് ചെയ്യും? ആരും പറഞ്ഞു, ഞാൻ അതുവരെ എന്നോട് ദൈവാത്മാ ഇടപെട്ടതൊന്നും ഞാൻ ബെൻചാനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ബെൻചാൻ പെട്ടെന്ന് പറഞ്ഞു, ദൈവം നമുക്കൊരു വീട് തന്നിട്ടില്ലേ, ഈ വീട് വിൽക്കുക, വീട് വിറ്റ് നമ്മൾ ഈ പൈസ കൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ കടമെല്ലാം, 5 പൈസ പോലും കടം വേണ്ട, എല്ലാ കടവും വീട്ടുക, ലോൺ വീട്ടുക, പിന്നെ ദൈവം എങ്ങോട്ട് അയക്കുന്നോ അവിടേട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു, ബെൻചാൻ, ദൈവാത്മാവ് എന്നോടത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്നോട് ഇടപെട്ട കാര്യമാണെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. 2008 ദൈവം എനിക്ക് തന്ന ദർശനം പഞ്ചാബ്, അതും എന്റെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി മായ്ച്ചു പോയതുപോലെയായി. അതങ്ങ് എറേസ് ആയി പോയതുപോലെ മായ്ച്ചു പോയി. എനിക്ക് ഒരു ഓർമ്മ പോലും ഇല്ല 2008 ഇതുപോലെ ഉണ്ടായിരുന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങോട്ടാണ് പോകേണ്ട കർത്താവേ? ഞങ്ങൾ ഇന്ത്യയിലെ ഏത് ദേശത്തോട്ട് വേണമെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോകാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തു. പെട്ടെന്നാണ് നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ദൈവദാസനെ വിളിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു, പക്ഷെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്നു. നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദൈവദാസന്മാരുടെ ഒരു കുറവുമില്ല, പക്ഷെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന നാട്ടിലേക്കല്ല എന്ന്. അങ്ങനെ ആ ദേവദാസൻ പറഞ്ഞുകൊണ്ടിരിക്കെ ദൈവാത്മാവ് എന്റെ ഉള്ളിൽ തന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ദേവദാസ, ഞങ്ങള് നോർത്ത് ഇന്ത്യയിലേക്കായിരിക്കും പോകുന്നതെന്ന്. ആ സമയത്ത് ദേവദാസന് ഭയങ്കര സന്തോഷത്തോടെ ദേവദാസൻ പറഞ്ഞു, എക്സാക്ട്ലി, ദൈവാത്മാവ് എന്നോട് അത് പറഞ്ഞു, പക്ഷെ ഞാനായിട്ട് നിങ്ങളോട് അത് പറയില്ല, ദൈവം നിങ്ങളോട് തന്നെ ഇടപെടും എന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളിലൂടെ തന്നെ ദൈവം പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു, ദേവദാസൻ നോർത്ത് ഇന്ത്യയിലേക്കാണ്, പക്ഷെ ഏത് സ്ഥലത്തേക്കാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസൻ പറഞ്ഞു, അതും നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടും എന്ന് പറഞ്ഞു ശക്തമായിട്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും തുടർമാനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2021 ഏപ്രിൽ ആയപ്പോൾ ഞങ്ങള് അവിടെയുള്ള ഹൈദരാബാദിലുള്ള തന്നെ ഒരു ദേവദാസനോട് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ദൈവാത്മാവ് വ്യക്തമായി കാണിച്ചു, നിങ്ങളെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ദർശനം കാണിച്ച സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ കടന്നു പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ദൈവം ദർശനം കാണിച്ചു, ടർബൻ, ഈ തലക്കെട്ടുള്ള ആൾക്കാരെ കാണിച്ചു, ആ സ്ഥലത്തേക്കാണ്, പഞ്ചാബിലേക്കാണ് നിങ്ങൾ കടന്നു പോകേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വളരെയധികം കരഞ്ഞു. കാരണം 2008 തന്നെ ദൈവം കാണിച്ച ദർശനമാണ്. 2021 ആയപ്പോഴത്തേനും ഞങ്ങളുടെ എന്റെ മനസ്സിൽ നിന്ന് അതങ്ങ് പോയി. അത് ശരിക്കും
ശത്രുവാണ് അത് മായ്ച്ചു കളഞ്ഞത് ഞങ്ങൾ ഇവിടെ എത്താതിരിക്കാൻ വേണ്ടി. അങ്ങനെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. പക്ഷെ ഞങ്ങളുടെ പേരൻസിനോടൊന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇത്രയും ദൂരം പോവാന്ന് ആരോടും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത സ്ഥലം, കേട്ടിട്ടില്ലാത്ത മീൻസ് ഒന്നും നമുക്ക് അറിയത്തില്ല ഇവിടെ ആരുണ്ട് എന്തുണ്ടെന്നൊന്നും. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുന്ന IET ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിലെ പേർഷ്യബാർ ചർച്ചിലെ ദേവദാസൻ പാസ്റ്റർ EJ ജോണി അങ്കിളിന്റെ നമ്പർ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ അങ്കിളുമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അപ്പം ഞങ്ങളോട് ഈ ലാസ്റ്റില് ഫൈനലി ദൂത് പറഞ്ഞ ദേവദാസൻ ഞങ്ങൾക്ക് ഒരു അടയാളം തന്നു, ഇങ്ങനെ തന്നു, നിങ്ങൾ ഒരാളെ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളോട് പറയും, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ പോരെ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് ഏത് ആള് പറയുന്നോ അവിടേക്കാണ് നിങ്ങളെ ദൈവം വിടുന്നത്. ഇത് നിങ്ങൾക്കൊരു അടയാളമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ദേവദാസിന്റെ നമ്പർ കിട്ടി, ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. ഒറ്റ പ്രാവശ്യം വിളിച്ചുള്ളൂ, പിന്നെ എല്ലാം അദ്ദേഹം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ മകള് അപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ഇളയ മകള്. അപ്പൊ അവക്ക് അഡ്മിഷൻ വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയായി. അങ്ങനെ ഇരിക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ജൂലൈ മാസം ഒന്ന് വന്ന്, നമ്മൾ ഇതുവരെ വന്നിട്ടില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് വന്ന് വരണം. അപ്പം നമ്മൾ ആരോടും ചേർന്നല്ല നിൽക്കുന്നത്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അപ്പം നമുക്ക് ബൈബിൾ കോളേജ് പഠനമോ ഒന്നും ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇവിടെ വന്ന് നമുക്ക് ആദ്യം ഒരു വീടൊക്കെ ഒന്ന് വാടകയ്ക്ക് എടുക്കണം. പിന്നെ നമ്മുടെ ആഗ്രഹം മുഴുവനും വില്ലേജ് മിനിസ്ട്രി ആണ്. എപ്പോഴും നമ്മൾ ആരും എത്തപ്പെടാത്ത സ്ഥലം അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ എത്തപ്പെടാൻ താല്പര്യമില്ലാത്ത സ്ഥലം, കുറച്ചു പേര് മാത്രം, അങ്ങനെ ഒരു സ്ലം ഏരിയ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹവും കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ 2021 ജൂലൈയിൽ ഇവിടെ എത്തി ഒത്തിരി വീടുകളൊക്കെ നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല. അങ്ങനെ ഇരിക്കെ IETയിലെ ഒരു ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്തായാലും പാക്ക് ചെയ്ത് ഇങ്ങി പോരുക, സ്കൂളിൽ IETയുടെ തന്നെ സ്കൂളുണ്ട്, ആ സ്കൂളിൽ മോക്ക് അഡ്മിഷനും ലഭിച്ചു. എന്നിട്ട് പറഞ്ഞു പോരുക, നിങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് താമസം ഞങ്ങൾ ഈ IET ക്യാമ്പസിനുള്ളിൽ ഒരുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 2021 ഓഗസ്റ്റ് 18 ഞങ്ങള് കംപ്ലീറ്റ് ആയിട്ട് ഹൈദരാബാദ് വിട്ടു. അങ്ങനെ ഒരു മിഷണറി കുടുംബമായി ഞങ്ങള് 5 പേരും ട്രെയിൻ കയറി. അവിടുന്ന് ഞങ്ങള് 2021 ഓഗസ്റ്റ് 19 വൈകുന്നേരം ഞങ്ങള് പഠാൻകോട്ടിലെ IET ക്യാമ്പസിൽ എത്തപ്പെട്ടു. ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു വീട് ഒരുക്കിയിരുന്നു. ഞങ്ങൾ അവിടെ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ വീടുകളൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വാടകയ്ക്കൊന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ തന്നെ താമസിക്കാൻ അവർ നമുക്ക് പെർമിഷൻ നൽകി. അങ്ങനെ ഇരിക്കെ ആമേൻ, സ്തോത്രം, ആണ് നമുക്ക് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്. അപ്പൊ നമ്മൾ പലരും നമ്മളോട് പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു വാടകയ്ക്ക് നോക്കുന്നതിനെക്കാട്ടിലും കയ്യില് അല്പം കാശുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് മേടിക്കുക. കാരണം ഇവിടെ പഠാൻകോട്ട് എന്ന സ്ഥലം കുഴപ്പമില്ല, നമ്മുടെ സൗണ്ടും ആരാധനയൊക്കെ വന്നു കഴിഞ്ഞാൽ വാടകയ്ക്കാകുമ്പോൾ ഇറക്കി വിടും, സ്വന്തമായിട്ടാണ് ഇറക്കി വിടില്ലല്ലോ. അങ്ങനെ ഓർത്ത് നമ്മൾ ഈ വീട് മേടിച്ചു, ഇവിടെ ആയിരിക്കുന്നു ഇപ്പോൾ. നമ്മള് പിന്നീട് ഞങ്ങള് ബൈബിൾ കോളേജിൽ ഓൺലൈൻ MD ഞങ്ങൾ 2 പേരും ചേർന്നു. പെൻഷന്റെ തീരാറായി, എൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കായി മകളുടെ ഡെലിവറിയോടനുബന്ധിച്ച് പോയതുകൊണ്ട്. അതിനുശേഷം മകള് ഇവിടെ വന്നതിന് ശേഷമാണ് UK പഠിക്കാനായിട്ട് പോയത്. പഠിക്കാൻ പോകുന്നതിന് മുമ്പ് മകളുടെ വിവാഹമായി. അതിനുശേഷം അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. രണ്ടാമത്തെ മകൻ എബൽ, അവന്റെ BTech കഴിഞ്ഞു, കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. അവനിപ്പോൾ ഒരു ചെറിയ ജോലി അഹമ്മദാബാദിൽ തന്നെ ചെയ്യുന്നു. അഹമ്മദാബാദിലാണ് പഠിച്ചതും BTech. ഇളയ മകൾ ഇപ്പോൾ +1 ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് ലാംഗ്വേജ് അറിയില്ല. നമുക്ക് അറിയുന്നത് ഹൈദരാബാദിലെ ഹിന്ദി മാത്രം. ആ ഹിന്ദി ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ആ ഹിന്ദി ഇവിടുത്തെ ഹിന്ദിയും ഒത്തിരി ഡിഫറെന്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഒത്തിരി പ്രയാസമായിരുന്നു. ഞങ്ങളോട് വന്ന് ഞങ്ങൾക്ക് ആ ഭാഷയുടെ പ്രയാസം തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി. കാരണം ഇവിടെ പെട്ടെന്ന് ആരും ഹിന്ദി സംസാരിക്കത്തില്ല. ഇവിടെ എല്ലാവരും പഞ്ചാബി മാത്രമാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ വില്ലേജിലോട്ടൊക്കെ പോയ സമയത്ത് അവിടെയൊക്കെ ഞങ്ങൾ ജമ്മു ഭാഷയും കൂടി കലർന്ന ഒരു പഞ്ചാബിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടുമേ മനസ്സിലാവുന്നില്ലായിരുന്നു.
അങ്ങനെ ആരും നമുക്ക് കൂട്ടില്ല, എന്ത് ചെയ്യും, എങ്ങനെയാ, അങ്ങനെ ആകെ ഒരു വിഷമത്തിലായി. അങ്ങനെ ഇരിക്കെ IET ബെർഷേബ ചർച്ച് 2 വർഷത്തെ DTH കോഴ്സ് തുടങ്ങി. അപ്പൊ ബെഞ്ചാനും അതിനകത്ത് ജോയിൻ ചെയ്തു. ഹിന്ദിയിലായിരുന്നു അത്. ബെഞ്ചാൻ ജോയിൻ ചെയ്തു. ആ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതോടെ നമുക്കൊരു ഓഫർ കിട്ടി, ബെർഷേബ ചർച്ചിനോട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ചേരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബെർഷേബ ചർച്ചിനോട് ചേർന്നു. അപ്പം അതിനു മുമ്പേ തന്നെ നമ്മൾ വില്ലേജിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ വളരെ വിഷമത്തോടെയായിരുന്നു. കാരണം വില്ലേജിൽ പോന്നു, നമ്മൾ എന്തൊക്കെയോ ഹിന്ദി പറയുന്നു, പക്ഷെ അവര് പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ചർച്ചിലാണ്, ബെർഷേബ ചർച്ചിൽ. ആ ചർച്ചിലെ 2 സഹോദരിമാർ, അവര് 2 ചേട്ടത്തിയനിയത്തിമാര്, അവര് നമ്മളോട് നമ്മളെ വിളിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ദീദി ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ലാംഗ്വേജ് പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഹിന്ദിയെ അറിയത്തുള്ളൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല എന്ന്. പക്ഷേ ദൈവം അവരോട് ഇടപെട്ടു. അവര് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞങ്ങളും കടന്നു വരാം, നിങ്ങൾ ഹിന്ദിയിൽ പറയുക, ഞങ്ങൾ ആ ഭാഷയിലോട്ട് പഞ്ചാബിലോട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷത്തോളം അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ വളരെ നമുക്കൊരു ഹെൽപ്പായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു വില്ലേജ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 35 കിലോമീറ്റേഴ്സ് ദൂരെ ഒരു സ്ലം ഏരിയ ടൈപ്പ്. അവിടെ പോയി നമുക്ക് അവിടെ ഒരു ഭവനം നമുക്ക് ഒരുക്കപ്പെട്ടു. നമ്മൾ അവിടെ കടന്നു. ഒരു ഭവനം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചേട്ടനിമാരെല്ലാവരും ഒരു 4 കുടുംബമുണ്ട്, 4 ഫാമിലിയാണ് അവർ താമസിക്കുന്നു. അപ്പം ഓരോരോ വീട്ടിലെ ഓരോരോ ആഴ്ച മാറി മാറി അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സഹോദരിമാര് നമ്മളുടെ ലാംഗ്വേജ്, നമ്മുടെ ഹിന്ദി നമ്മൾ പറയുന്നത് അവർ പഞ്ചാബിലോട്ട് ട്രാൻസ്ലേഷൻ ചെയ്തു തുടങ്ങി. അങ്ങനെ അടുത്തുള്ളവരൊക്കെ അറിയുവാൻ തുടങ്ങി. അങ്ങനെ അവർ ആൾക്കാരെല്ലാം കടന്നു വരുവാൻ തുടങ്ങി. അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മളായിരിക്കുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ കുറച്ച് 1 വർഷം മുമ്പേ ഈ 2 സഹോദരിമാരും അവരും DTH പഠനത്തിന് ചേർന്നു, 2 വർഷത്തെ കോഴ്സ്. നമ്മളെ കണ്ടുകൊണ്ട് അവർക്ക് വളരെ സന്തോഷം തോന്നി. അവർ പറയുന്നു, ഞങ്ങൾ ഇവിടെ ആയിരുന്നിട്ടും ഞങ്ങൾക്ക് ഈ ഏരിയ ഒന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു. നിങ്ങൾ മുഖാന്തരമാണ് ഞങ്ങൾ ഇത്രയും ഇന്റീരിയറായ ഈ വില്ലേജ് ഒക്കെ ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. ഞങ്ങൾ ഇവിടുത്തുകാരായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഇത്രയും ദൂരത്തുനിന്ന് നിങ്ങൾ കടന്നു വന്ന് കർത്താവിന്റെ വേല ഇവിടെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. ഞങ്ങൾക്ക് ബൈബിൾ പഠിക്കണം എന്ന് പറഞ്ഞ് അവരങ്ങനെ DTH കോഴ്സിന് ചേർന്നു. ഈ ഏപ്രിൽ അവരുടെ തീരും, അടുത്ത ഏപ്രിൽ അവരുടെ തീരും. അപ്പം അത് നിമിത്തം അവർക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാതെയായി. പക്ഷേ ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. അവര് പറയുന്ന കുറച്ചൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ആരാണോ ഞങ്ങളുടെ വചനം കേൾക്കുന്നത് അവരുടെ ഹൃദയത്തെ ദൈവം അങ്ങ് തുറന്നു. അവരുടെ ലാംഗ്വേജിനെ ദൈവം ബെറ്ററാക്കി. ഹിന്ദി അവർക്ക് നല്ലതുപോലെ മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഞാനും എൻജാനും ഞങ്ങൾ ഒറ്റയ്ക്കാണ് കടന്നു പോകുന്നത്. ഞങ്ങൾ പഞ്ചാബിലെ പാട്ട് എല്ലാം പഠിച്ചു എടുത്തു, പാടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുന്ന വചനം അവർക്ക് ഹിന്ദിയിൽ മനസ്സിലാവുന്നുണ്ട്. അത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. നേരത്തെ അവർക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് ഞങ്ങൾ പറയുന്ന ഹിന്ദി എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങള് ഒന്നുമായിട്ടില്ല. കർത്താവ് ഞങ്ങളെ എങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിൻ പ്രകാരം ഞങ്ങൾ കടന്നു പോകണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, 2 വർഷം അടുപ്പിച്ച് വെനിച്ചാൻ അവിടെ വയ്യാതെയായി. 2018-ലും 2020-ലും ഒരേ മാസം, മാർച്ച് മാസം ആണ് വെനിച്ചാന് വയ്യാതായത്. അപ്പൊ 2021 ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നപ്പോൾ ഹൈദരാബാദിലുള്ള എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. 2022 അങ്ങനെ എന്തോ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇവിടെ വന്നതിന് ശേഷം ഒരിക്കൽ പോലും മെനിച്ചായന് ആ ഒരു അസുഖമോ ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും മെനിച്ചാന്റെ വായിൽ നിന്ന് വരുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. സ്തോത്രം. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കുവാൻ വേണ്ടിയായിരുന്നു കർത്താവ് ഇതിലെല്ലാം കൂടി നടത്തിയെന്ന്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ പുറമോട്ട് ചിന്തിക്കുന്നുണ്ട്, അമേൻ, ഈ കോവിഡ് പോലും ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മെൻചാന്റെ ആ ജോലിയിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു ഡിസ്റ്റർബൻസ് വരില്ലായിരുന്നു. അങ്ങനെ അങ്ങ് സ്മൂത്ത് ആയിട്ട് പോയിന്. പക്ഷെ ജോലിയിൽ ഒരു ഡിസ്റ്റർബൻസ് വന്നു, അങ്ങനെ ശമ്പളത്തിൽ ഒരു ഡിസ്റ്റർബൻസ് വന്നു. എല്ലാം കൊണ്ടും ദൈവം ഞങ്ങളെ ഇവിടെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചു. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ശരിക്കും ദൈവം തന്ന വചനം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം, താമസിക്കുകയില്ല.
ആ വചനം നിറവേറപ്പെടുന്നതായി ഞങ്ങൾ കണ്ടു. ആമേൻ, സ്തോത്രം. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നു. ഇനിയും കർത്താവിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടണം. ഇവിടെയുള്ള ഈ പട്ടാൻകോട്ടുള്ള ഓരോ വില്ലേജിലും കർത്താവിന്റെ വചനമായി പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള മുഖാന്തരങ്ങളെയും ഒക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണം. അതുപോലെ ഞങ്ങൾ ഹൈദരാബാദ് വിടുന്നതിന് മുമ്പേ ദൈവം വ്യക്തമായി സംസാരിച്ച, ആമേൻ, സ്തോത്രം, ഒരു വചനമുണ്ട്. ദൈവം ഞങ്ങൾക്ക് ഒരു വചനവും തന്നു, ഒരു പാട്ടും തന്നു. പാട്ട് ഇതാണ്: എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ദൈവം തന്ന പാട്ടാണിത്. ഞാൻ സാധാരണ പാടാറില്ല, പക്ഷെ അന്ന് ഞാൻ ഈ പാട്ട് മുഴുവനും പാടി ഞങ്ങൾ കുറെ സമയം, മണിക്കൂറുകൾ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. ഈ പാട്ടിലെ ഓരോ വരികളും പാടി കർത്താവിനെ ആരാധിച്ചു. അന്ന് ഞങ്ങൾക്ക് ദൈവം ഒരു വാളിൽ എഴുതി കാണിച്ചതുപോലെ, വാളിൽ ഇങ്ങനെ എഴുതി കാണിച്ചു ഒരു വചനം. അപ്പോസ്തല പ്രവൃത്തികൾ 9:16. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. ഈ പാട്ടും ഈ വചനവും ഇത് രണ്ടും ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ ബുദ്ധിമുട്ടില്ല, പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. വില്ലേജിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്ന്, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ്, അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ ഈ വചനവും ഈ പാട്ടും ഞങ്ങൾക്ക് ആധാരമാണ്. ഞങ്ങൾ അത് എല്ലാ സമയത്തും അതിൽ മാത്രം ആശ്രയിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം, ഞങ്ങള് മിഷണറിയായി ഇവിടെ കടന്നു വന്നു എന്ന് അറിയുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ സഹോദരി കുടുംബത്തിലെ ആ സഹോദരിമാരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ ഞാൻ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ആമേൻ, നിങ്ങൾക്കൊരു വിളി ഉണ്ടായിട്ടുണ്ടോ? കർത്താവിന്റെ ശ്രേഷ്ഠ വിളി. അതിലേക്ക് ദൈവം നയിക്കും. എങ്ങനെ, എന്ത്, എന്നൊന്നും നമ്മൾ അറിയത്തില്ല. ദൈവത്തിന്റെ തക്ക സമയമാകുമ്പോൾ ദൈവം നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഹിതം എന്തോ അവിടേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് കർത്താവിന്റെ വിളിയുള്ളവർ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കും. കർത്താവിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ദൈവം നിറവേറ്റപ്പെടും. ആമേൻ, സ്തോത്രം. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ദേവദാസനോടും രമ ടിവിയിലും എല്ലാ പ്രേക്ഷകരോടും എല്ലാവരോടും നന്ദി പറയുന്നു. സ്തോത്രം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. പരിശുദ്ധ പിതാവേ, അപ്പ നല്ല സമയത്തിനായി നന്ദി പറയുന്ന പച്ച, അടിന്റെ സാക്ഷ്യം ഷെയർ ചെയ്യുവാൻ അടിന് തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്ന പച്ച. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ സാക്ഷി ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ, സ്തോത്രം. ആമേൻ. അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഹിതം നിറവേറ്റപ്പെടുവാൻ അവരെ കർത്താവെ അപ്പാ സ്തോത്രം സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന പച്ച. അപ്പാ സ്തോത്രം, അമ്മ സഹായിക്കണമേ. അരോമ ടി വി അമ്മേൻ നേതൃത്വം വഹിക്കുന്ന ദേവദാസനോടും എല്ലാവരോടും അമ്മേൻ സ്തോത്രം നന്ദി പറയുന്ന പച്ച. സ്തോത്രം. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു കർത്താവിന്റെ ദാസപ്രിയ മാജി ബെനഡിക്ട് സിസ്റ്റർ. എത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് സമയം ചിലവിടുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ജ്ഞാനായ കുടുംബത്തില് കേരളത്തിന് വെളിയിൽ ജനിച്ച് വളർന്ന പാരമ്പര്യപ്രകാരമൊക്കെ ജീവിക്കണമെന്നുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും കർത്താവിൻ്റെ സ്നേഹത്താല് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി തീർന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യങ്ങളിലൂടെ പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. നല്ല ഒരുപാട് ബാല്യകാല ഓർമ്മകളൊക്കെ പറഞ്ഞു. ദൈവം നടത്തിയ അതിശയകരമായ വഴികളെക്കുറിച്ച് പറയുവാൻ കർത്താവ് സഹായിച്ചു. മരണകരമായ പല അനുഭവങ്ങൾ കുടുംബജീവിതത്തിൽ രണ്ടുപേർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിൻ്റെ നടുവിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത കരം ഇറങ്ങി പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വെന്റിലേറ്ററിലും ഓപ്പറേഷന് വേണ്ടി നിയമിക്കപ്പെട്ട നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ അദൃശ്യകരം ഇറങ്ങി പ്രവർത്തിച്ച അത്ഭുത അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പഞ്ചാബിൽ പത്താൻകോട്ട് ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അറിയാത്ത ഭാഷക്കാരുടെ നടുവിൽ കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ
നാളിതുവരെ ദൈവം സഹായിച്ചു. ഇനിയും ദൈവം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി വിശ്വസ്ത സാക്ഷിയായിരിക്കാൻ അവസാനം വരെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായിരിക്കുന്ന സൗഖ്യവും സന്തോഷവും സമാധാനവും ആരോഗ്യവും ബലവും ഭൗമിക നന്മകളും ആത്മീയ അനുഗ്രഹങ്ങളും കർത്താവ് തരട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അരോമ ടിവിയുടെ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം പ്രേക്ഷകർ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹവും വിടുതലിനും കാരണമായി തീരട്ടെ, സർവോപരി ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വാത്സല്യ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.